പുതിയൊരു വിഷയം എന്ന് പറഞ്ഞ് ചർച്ച ചെയ്യാൻ പ്രത്യേകമായി ഒന്നും ഇല്ലെങ്കിലും കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പരിപാടി നടക്കുകയുണ്ടായ ഒരു സംവാദം. ആ സംവാദം മുജാഹിദുകളിലെ ജിന്ന് വിഭാഗവും അതുപോലെ ജിന്ന് വിരുദ്ധ വിഭാഗവും തമ്മിൽ നടന്ന സംവാദമാണ്. സംവാദത്തിന് അടിസ്ഥാന വിഷയങ്ങളെക്കുറിച്ചൊന്നും ചർച്ച നടക്കുന്നില്ല. ഞാനതിന്റെ മുഴുവൻ കേട്ടിട്ടില്ല. പക്ഷെ അതിന്റെ തുടക്കത്തിൽ എനിക്ക് മനസ്സിലായത് സംവാദത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം, സംവാദത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം ഖുർആൻ ആയത്തിനെ ദുർവ്യാഖ്യാനം ചെയ്തോ ഇല്ലയോ എന്നതാണ്. ഒരു മൗലവി പരിശുദ്ധ ഖുർആനിന്റെ ആയത്തിനെ ദുർവ്യാഖ്യാനം ചെയ്തോ ഇല്ലയോ എന്ന് പരിശോധിക്കാനാണത്രേ മണിക്കൂറുകൾ നീണ്ട സംവാദ ചർച്ച നടത്തിയത്. സത്യത്തിൽ പരിശുദ്ധ ഖുർആനിനെ ദുർവ്യാഖ്യാനം ചെയ്യാതെ എങ്ങനെയാണ് മുജാഹിദ് ഉണ്ടാകുക? പരിശുദ്ധമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളെ ദുർവ്യാഖ്യാനം ചെയ്യാതെ എങ്ങനെയാണ് മുജാഹിദ് പ്രസ്ഥാനം അല്ലെങ്കിൽ വഹാബി പ്രസ്ഥാനം ഉണ്ടാകുക? ഈ പ്രസ്ഥാനമടക്കം സർവ പുത്തൻ പ്രസ്ഥാനങ്ങളും ഈ ലോകത്ത് ഉണ്ടായിട്ടുള്ളത് പരിശുദ്ധമായ വാക്യങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടാണ്. അതല്ല, ഞങ്ങൾ അങ്ങനെ ദുർവ്യാഖ്യാനമൊന്നും ചെയ്തിട്ടില്ല, ഞങ്ങൾ സത്യസന്ധമായ വഴിയിലേ സംസാരിച്ചിട്ടുള്ളൂ, ആ വഴിയിലേ ഞങ്ങൾ അർത്ഥം വെച്ചിട്ടുള്ളൂ, അങ്ങനെ തന്നെ ഞങ്ങൾ ആശയം ഉൾക്കൊണ്ടിട്ടുള്ളൂ എന്ന് എങ്ങനെയൊക്കെ തെളിയിക്കാൻ ശ്രമിച്ചാലും ആ ശ്രമം വിഫലമാകുക എന്നല്ലാതെ മറ്റൊരു നത്തീജ അതിനുണ്ടാവില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായി തന്നെ നമുക്ക് പറയാൻ പറ്റിയ ഒരു വിഷയം എന്താന്ന് വെച്ചാൽ, മുജാഹിദ് രൂപീകരിച്ചിട്ട് നൂറ്റാണ്ടിനോട് അടുത്തായി. ആണ്ട് കഴിക്കാൻ പാടില്ലാത്ത ആളുകൾ 90 വർഷമായപ്പോഴേക്ക് നൂറ്റാണ്ടും കഴിച്ചു. അതിനേക്കാൾ വലിയ അത്ഭുതം, രൂപീകരിക്കുന്ന സമയത്ത് ശിർക്കും തൗഹീദും പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. അങ്ങനെ നൂറ്റാണ്ട് കഴിക്കാൻ നേരത്തോ ആ കൂട്ടത്തിൽ നിന്ന് വലിയ ഒരു വിഭാഗം ശിർക്കിന്റെ പേരിൽ പുറന്തള്ളപ്പെട്ട് കഴിഞ്ഞിരിക്കും. ഇത് സത്യത്തിൽ ഏകദേശം 90 വർഷക്കാലം കൊണ്ട് ഈ ഉൽപ്പതിഷ്ണു പ്രസ്ഥാനത്തിന് സർവാധിപനായ അള്ളാഹു കൊടുത്ത കടുത്ത തിരിച്ചടിയാണ് എന്ന് എല്ലാ ബുദ്ധിയുള്ളവർക്കും മനസ്സിലാക്കാൻ സാധിക്കും. കാരണം എവിടുന്നാണോ തുടങ്ങിയത് അങ്ങോട്ട് തന്നെയാണ് എത്തിയത്. എവിടുന്നാണോ തുടങ്ങിയത് അവിടേക്ക് തന്നെയാണ് എത്തിയിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾ നോക്ക്, മഹാന്മാരായ അമ്പിയാക്കളെയും ഔലിയാക്കളെയും സഹായികളായി സ്വീകരിക്കുന്ന പക്ഷം അദൃശ്യ മാർഗത്തിലൂടെ, അഭൗതിക മാർഗത്തിലൂടെ സഹായം സ്വീകരിക്കുക വഴി ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ഏറ്റവും കടുത്ത തെറ്റായ ഷിർക്ക് ചെയ്യലായി എന്നാണ് മുജാഹിദ് മതം. അതേ സ്ഥാനത്ത് 1-ാം നൂറ്റാണ്ട് എന്ന് പറഞ്ഞിട്ടൊരു നൂറ്റാണ്ട് ആഘോഷിച്ചപ്പോ ഈ ഷിർക്ക് ചെയ്ത പട്ടികയിൽ വന്നത് പ്രഗത്ഭരായ മുജാഹിദ് വിഭാഗത്തിന്റെ നേതാക്കന്മാരായിരുന്നു എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കും. ഇവിടെ എന്തോ ഒരു പ്രശ്നം പതിയിരിക്കുന്നു. എന്താണത്? സത്യത്തിൽ ഒരു വിഷയത്തെ നോക്കിക്കാണുന്നതിൽ സ്വന്തം ബുദ്ധി ഉപയോഗിക്കുകയും ഇസ്ലാമിക പാരമ്പര്യത്തെ ചോദ്യം ചെയ്യുന്നതിന് ബുദ്ധി മികവിനെ ഉപയോഗപ്പെടുത്തുകയും ചെയ്തതിന്റെ ഫലമായിട്ടാണ് ഇത്തരം പ്രസ്ഥാനം ഇവിടെ കടന്നു വന്നതും മാത്രമല്ല ഇസ്ലാമിലെ വലിയൊരു വിഭാഗത്തെ പടിക്ക് പുറത്ത് നിർത്തണമെന്ന് ആക്രോശിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇതേ കാഴ്ചപ്പാട് കൊണ്ട് തന്നെ പിൽക്കാലത്ത് പലരും മുജാഹിദുകളിൽ കൂട്ടത്തിൽ തന്നെ അവരുടെ വാദപ്രകാരം മുശ്രിക്കീങ്ങളായി മാറി. ജിന്നിനോടും ശൈത്താനോടും ചോദിക്കാമെന്ന വാദം വന്നു. പക്ഷെ ഇപ്പോ
നമ്മളെ ഫൈസൽ മൗലവി എന്ന് പറഞ്ഞിട്ട് വലിയൊരു മൗലവി. ഏതായാലും മൂപ്പര് രംഗപ്രവേശനം ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് എന്താ ഭിന്നിച്ച ഗുണം ഉണ്ടാകുക എന്ന് നമുക്ക് മനസ്സിലായത്. അല്ല, ഭിന്നിക്കണേന് എന്തെങ്കിലും ഒരു ഗുണം വേണല്ലോ. ആ ഗുണം എന്താ? ഇപ്പൊ ഫൈസൽ മൗലവിക്കൊക്കെ സംവാദം നടത്താനുള്ള മഹാഭാഗ്യം ഉണ്ടാകുക എന്ന് പറഞ്ഞാല് അത് ഭിന്നിച്ചതിന്റെ ഗുണം തന്നെയാണ്. ഒന്നിച്ചെന്നാ ഒരിക്കലും അതുണ്ടാവില്ല. നമ്മളെ കായക്കൊടി മൗലവി ഉണ്ടോ അതിനെ സമ്മതിക്കണം? ഫൈസൽ മൗലവിനെ കൊണ്ട് സംവാദം നടത്തിക്കാനും. അതേപോലെ തന്നെ അനസ് മൗലവിനെ സൂപ്പർ സ്റ്റാർ ആകാൻ സമ്മതിക്കുമോ? അതൊന്നും സമ്മതിക്കൂല. അപ്പൊ ഭിന്നിച്ചതുകൊണ്ട് ഗുണമുണ്ടായിട്ടുണ്ട് എന്നത് വസ്തുതയാണ്. പക്ഷെ ഈ ഗുണം ഉണ്ടാകുമ്പോ മറുഭാഗത്ത് വല്ല ദോഷമുണ്ടോ എന്നും പരിശോധിക്കേണ്ടതാണല്ലോ. മുജാഹിദിനെ സംബന്ധിച്ചിടത്തോളം ഒരു ദോഷമില്ല. കാരണം ഫൈസൽ മൗലവി പറഞ്ഞാലും ജക്കരിയ മൗലവി പറഞ്ഞാലും ഹുസൈൻ സലഫി പറഞ്ഞാലും ഇനി അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞാലും വേറെ ഏതെങ്കിലും സുല്ലമി പറഞ്ഞാലും ആര് പറഞ്ഞാലും ശരി, മുജാഹിദിന്റെ ഓഡിയൻസായി കേൾക്കാനിരിക്കുന്നത് ഒരേ വിഭാഗമാണ്. ആ വിഭാഗത്തിന് പിന്നെ ഒറ്റ നയേ ഉള്ളൂ. അതെന്താ? ഇത് വന്നത് ഞമ്മന്റെ മൗലവിന്റെ തൊള്ളേ കൂടിയാണെങ്കിൽ അണ്ണാക്ക് തട്ടാതെ അണ്ട് വീഴുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഫൈസൽ മൗലവിക്ക് സധൈര്യം മുന്നോട്ട് വരാം, ഏത് സംവാദവും നയിക്കാം, യാതൊരു ബേജാറുമില്ല. വളരെ വിചിത്രമായൊരു വാദം ഫൈസൽ മൗലവി അടുത്ത കാലത്ത് എഴുന്നള്ളിച്ചു. വളരെ വിചിത്രമായൊരു വാദം. എതിർപക്ഷത്തെ ഒരു മുജാഹിദ് മൗലവി ശക്തമായ ഭാഷയിൽ അതിനെ ചോദ്യം ചെയ്തു. ആ ചോദ്യത്തിന്റെ മുമ്പിൽ ഫൈസൽ മൗലവി ദയനീയമായി ഇളിഭ്യനായി നിൽക്കുന്നതാണ് ആ ക്ലിപ്പ് അല്ലെങ്കിൽ ആ വീഡിയോ കണ്ട എല്ലാവർക്കും കാണാൻ കഴിഞ്ഞ മഹാഭാഗ്യമുള്ള ഒരു ദൃശ്യം. എന്താ അവിടെ സംഭവിച്ചത്? ഫൈസൽ മൗലവിന്റെ ഒരു വാദം. എന്താ വാദം? മലായിക്കത്തിനോട് ചോദിക്കാൻ പറ്റൂലേ? ഇന്നിപ്പോ ഞാൻ പത്തപ്പിരിയൻ സംവാദത്തിന്റെ ഒരു ഭാഗം കേട്ടപ്പോ ഫൈസൽ മൗലവി വളരെ വേദനയോടെ പറയും അബ്ദുറഹ്മാൻ സലഫിനോടെ, നിങ്ങൾ ഞങ്ങളെ ചെയ്യാത്ത കുറ്റം പറഞ്ഞ് ഞങ്ങളെ തലയിൽ അടിച്ചേൽപ്പിച്ച ആളല്ലേ? ചെയ്യാത്ത കുറ്റം ഞങ്ങളെ തലയിലിട്ട ആളല്ലേ ഞങ്ങള് നേരത്തെ തന്നെ ജിന്നുകളോട് ചോദിക്കാമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ജിന്നുകളോട് ചോദിക്കാമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അള്ളാഹുവിനോടാണ് ചോദിക്കേണ്ടതെന്നാണ് ഞങ്ങളെ വാദം. ഞങ്ങൾ അങ്ങനെ തന്നെയാണ് എന്നും പറയുന്നത്. അതേ സ്ഥാനത്ത് ജിന്നിനോട് ചോദിക്കാമെന്ന് ഞങ്ങൾ പറഞ്ഞു. അങ്ങനല്ല. ഞങ്ങൾ പറയുന്നത് ജിന്നുകളോട് ചോദിച്ചാൽ അത് ഷിർക്കാകുന്ന ചോദ്യവും ഉണ്ട്, ഷിർക്ക് ആകാത്ത ചോദ്യവും ഉണ്ട്. വേരിയടാ അങ്ങോട്ട് വരിങ്ങള്. ജിന്നുകളോട് ചോദിച്ചാല് അത് ഷിർക്കാകണ ചോദ്യമുണ്ട്, ഷിർക്കല്ലാത്ത ചോദ്യമുണ്ട്. കഴിഞ്ഞ 100 കൊല്ലത്തോളായില്ലേ ഞങ്ങൾ പറയാൻ തുടങ്ങിയിട്ട് ജിന്നിനോടാകട്ടെ, ഇൻസിനോടാകട്ടെ, പക്ഷിയോടാകട്ടെ, ജീവിയോടാകട്ടെ, മരത്തോടാകട്ടെ, കല്ലിനോടാകട്ടെ, മലക്കിനോടാകട്ടെ, മനുഷ്യനോടാകട്ടെ, അത് സാധാരണക്കാരോടാകട്ടെ, അസാധാരണക്കാരോടാകട്ടെ, ആരോട് ചോദിച്ചാലും അത് ഷിർക്കാകുന്ന ചോദ്യമുണ്ട്, ഷിർക്ക് ആകാത്ത ചോദ്യവും ഉണ്ട്. ഇതല്ലേ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞത്? ഇപ്പൊ ഫൈസൽ മൗലവി പറയാണ് ജിന്നിനോട് ചോദിച്ചാൽ ഷിർക്കാകണ ചോദ്യമുണ്ട്, ഷിർക്കല്ലാത്ത ചോദ്യമുണ്ട്. അപ്പോ സ്വാഭാവികമായും ഒരു ചോദ്യം വരും. അതെന്താ? ഏതാണ് ഈ ജിന്നിനോട് ചോദിക്കുമ്പോ ഷിർക്കാകണ ചോദ്യം? ഫൈസൽ മൗലവിക്ക് മറുപടി ഉണ്ട്. എന്താ മറുപടി? അത് അദൃശ്യ മാർഗത്തിലൂടെയുള്ള ചോദ്യമാണെങ്കിൽ അത് ഷിർക്കാവും. ജിന്നിന്റെ കഴിവിന്റെ അപ്പുറത്തുള്ളത് ചോദിച്ചാൽ അത് ഷിർക്കാവും. സ്വാഭാവികമായും 2 ചോദ്യങ്ങൾ വീണ്ടും അവിടെ വരും. ഒന്നാമത്തെ ചോദ്യം, ഈ അദൃശ്യ മാർഗം എന്ന് പറഞ്ഞാൽ എന്താ ഫൈസൽ മൗലവി എന്ന് ചോദിക്കുമ്പോ ഫൈസൽ മൗലവിയിൽ നിന്ന് നമുക്കൊരു മറുപടി കിട്ടും. അതിന് മലയാളത്തിൽ വിയർക്കുക എന്നാണ് പറയുക. മലയാളത്തിൽ ആ മറുപടിക്ക് വരുന്ന പേര് വിയർക്കൽ എന്നാകുന്നു. അതേ ഫൈസൽ മൗലവിനോട് തന്നെ അല്ല മൗലവി, ജിന്നിന്റെ കഴിവിന്റെ അപ്പുറത്തുള്ളത് ചോദിച്ചാലാണ് ഷിർക്കാകുക എന്നല്ലേ പറഞ്ഞത്? ഈ ജിന്നിന്റെ കഴിവിന്റെ ലിമിറ്റ് എവിടെയാണ്? എത്രയാണ് ജിന്നിന്റെ കഴിവ്? അല്ലെങ്കിൽ മലക്കിന്റെ കഴിവിന്റെ അപ്പുറത്തുള്ളത് ചോദിച്ചാലാണ് ഷിർക്കാകുക എന്നല്ലേ പറഞ്ഞത്? എത്രയാണ് മലക്കിന്റെ കഴിവിന്റെ പരിധി എന്ന് ചോദിച്ചാൽ
അതിനും ഫൈസൽ മൗലവിക്ക് ഉത്തരണ്ടാവും. അത് വേർപ്പ് ഉറ്റിച്ചാടുക എന്നുള്ളതാണ്. അപ്പൊ ഒന്നാമത്തെ ചോദ്യം വരുമ്പോ വേർപ്പും, രണ്ടാമത്തോട് കൂടി ചോദിക്കുമ്പോ വിയർപ്പ് ഇറ്റിച്ചാടാൻ തുടങ്ങും. ഇനി ഇടിയേറ്റവനെ പാമ്പ് കടിച്ചു എന്ന് പറഞ്ഞ മാതിരി മൂന്നാമത്തെ ഒരു ചോദ്യം ഇനിയും വരാണ്ട്. അതെന്താ മൂന്നാമത്തെ ചോദ്യം? ആയിക്കോട്ടെ, അതിരും അതിർത്തിയും നിങ്ങൾ ഇങ്ങനെ വേർത്ത് കുളിച്ച് കിടങ്ങാറായി പറയാൻ കിട്ടൂല്ലെങ്കിൽ പറയണ്ട. പക്ഷെ ഞങ്ങൾക്ക് നിങ്ങൾ മാന്യമായി ഒറ്റ മറുപടി തരണം. അതായത് നിങ്ങൾ ഈ പറഞ്ഞത് നിങ്ങൾ സലഫി മൻഹജിലാണ് എന്നുള്ള നിങ്ങൾ പറയണത് എന്ന് പറഞ്ഞാല് അതിനെ മലയാളം ജനങ്ങൾക്ക് തിരിയാതെക്കാനാണ് നിങ്ങൾ ആ ഭാഷ പ്രയോഗിക്കണതെങ്കിലും ഏതെങ്കിലും കുറഞ്ഞ ആളുകൾക്കൊക്കെ മനസ്സിലാവുമല്ലോ. നിങ്ങൾ പറഞ്ഞാൽ അതിന്റെ അർത്ഥം സലഫി മൻഹജ് എന്ന് പറഞ്ഞാല് അതിന്റെ നേരെ അർത്ഥം മുൻഗാമികളുടെ വഴിയിലാണ് ഞങ്ങൾ ഉള്ളത് എന്നുള്ള നിങ്ങൾ പറയണത്. ഓക്കെ, ഞങ്ങളൊരു ചോദ്യം ചോദിക്കട്ടെ. ജിന്നിനോട് ചോദിച്ചാലും മലക്കിനോട് ചോദിച്ചാലും ഇൻസിനോട് ചോദിച്ചാലും ആരോട് ചോദിച്ചാലും അത് ശിർക്കാകണമെങ്കിൽ അദൃശ്യമാർഗമാകണമെന്നോ അല്ലെങ്കിൽ അവരുടെ കഴിവിന്റെ അപ്പുറത്തുള്ളത് ആകണമെന്നോ ഇങ്ങനെ ഒരു മാനദണ്ഡം പറഞ്ഞ ഇസ്ലാമിക പണ്ഡിതൻ ആരാണ് എന്നൊരു ചോദ്യം. കാരണം സലഫി മൻഹജ് എന്ന് പറഞ്ഞാല് ഇസ്ലാം ഇന്നലെ ആകാശത്തുനിന്ന് വീണു വന്നതല്ലല്ലോ, നൂറ്റാണ്ടുകളായി ഉമ്മത്തിന് കൈമാറി കിട്ടിയതാണ്. അതിലെ അടിസ്ഥാന വിഷയമാണ് ശിർക്കും തൗഹീദും. അത് ആക്കാതെ ഒരു ഇമാമും ഇമാമാകൂല. അതറിയാത്ത ഒരു പണ്ഡിതനും പണ്ഡിതനാകൂല. മാത്രമല്ല അത് അറിയാത്ത ഒരു മുഅ്മിനും യഥാർത്ഥ മുഅ്മിനായി ജീവിക്കാൻ കഴിയില്ല. കാരണം ഷിർക്കിൽ നിന്ന് തൗഹീദിലേക്കും തൗഹീദിൽ നിന്ന് ഷിർക്കിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചല്യപ്പെടാൻ മനുഷ്യന് പറ്റൂല. തൗഹീദിൽ അടിയുറച്ചു നിൽക്കുമ്പോ ഷിർക്കിലേക്ക് വഴുതി വീഴാതിരിക്കണമെങ്കിൽ എന്താണ് ഷിർക്ക് എന്ന് മനസ്സിലാക്കണം. അപ്പൊ ഈ ഷിർക്ക് വരുന്നത് ജിന്നിനോടോ മലക്കിനോടോ അവരുടെ പരിധിയിൽപ്പെടാത്ത വിഷയം ചോദിക്കലാണ് എന്ന് പറഞ്ഞാൽ തീർച്ചയായും പരിധി എന്താണെന്ന് തീർച്ചപ്പെടണം. മാത്രമല്ല ഇങ്ങനെ ഒരു നിർവചനം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മാനദണ്ഡം ഷിർക്കിനും തൗഹീദിനും പൂർവകാല പണ്ഡിതന്മാരിൽ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഫൈസൽ മൗലവിക്ക് അതിനും മറുപടിയുണ്ട്. അതിന്റെ മറുപടി വിയർപ്പിൽ മുങ്ങിക്കുളിക്കുക എന്നതാകുന്നു. അപ്പൊ 3 ചോദ്യത്തിന് ഫൈസൽ മൗലവി മറുപടി പറഞ്ഞു. ഒന്നാമത്തെ ചോദ്യം അദൃശ്യകാര്യം എന്ന് പറഞ്ഞാൽ അതിന്റെ മാനദണ്ഡം എന്താണ് എന്നതായിരുന്നു. അതിന്റെ മറുപടി വിയർക്കലാണ്. രണ്ടാമത്തെ ചോദ്യം ജിന്നിന്റെയും മലക്കിന്റെയും കഴിവിന്റെ പരിധി എത്രയാണ് എന്നായിരുന്നു. അതിന്റെ മറുപടി വിയർപ്പ് ഉറ്റലാണ്. മൂന്നാമത്തെ ചോദ്യം ഇങ്ങനെ ഒരു മാനദണ്ഡം ഷിർക്കിനും തൗഹീദിനും ലോകത്ത് ഏത് പണ്ഡിതൻ പറഞ്ഞു എന്നതാണ്. അതിന്റെ ഉത്തരം വിയർപ്പിൽ മുങ്ങലാണ്. ഇങ്ങനെയാണ് മുജാഹിദ് സംവാദത്തിന്റെയും ചോദ്യോത്തരത്തിന്റെയൊക്കെ ശൈലി. ഞങ്ങൾ ഒറ്റ കാര്യങ്ങളോട് ചോദിക്കണം, ഒറ്റ കാര്യം കേട്ടോ. കണ്ടോ, ഇവിടെ ഒരു സുഹൃത്ത് ചോദിക്കുക, എന്ത് പൊട്ടത്തരാണ് ഈ ഫൈസൽ മൗലവി പറയുന്നത്? സുഹൃത്തുക്കൾ ക്ഷമിക്ക്, ഇങ്ങനെ പലതും നമ്മൾ കേൾക്കേണ്ടി വരും കേട്ടോ. അങ്ങനെ പലതും നമ്മൾ കേൾക്കേണ്ടത് എന്താ ചെയ്യുക? ആള് മുജാഹിദായി പോയില്ലേ, വേറെ മരുന്നൊന്നുമില്ലല്ലോ. അപ്പൊ ക്ഷമിക്കിങ്ങള്, യാതൊരു രക്ഷയില്ല. നിങ്ങൾ എന്തൊക്കെ കേൾക്കാൻ പോകുന്നുണ്ട്, ഇനി പറയാൻ പോണേ ഉള്ളൂ. ഇതാണ് മാനദണ്ഡം എന്ന് പറയുന്നത്. ഞങ്ങള് വളരെ മാന്യമായി ഈ സംവാദമൊക്കെ നിരീക്ഷിച്ചിട്ട് ചില ആളുകൾ കമന്റ് അടിക്കുകയാണ്. ഇത് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ സമീഅ അല്ലാഹു ലിമൻ ഹമിദ, നമ്മൾ വിജയിച്ചിരിക്കുന്നു, എന്തൊരു മഹാവിജയം, പത്തപ്പെരിയത്ത് എന്തൊരു വിജയമാണ് എന്നൊക്കെയാണ് കമന്റ്. ഇറക്കടില്ലേ കൈമാരെ? നിങ്ങൾ പത്തപ്പെരിയത്ത് ആർക്കാണ് ഒച്ച, ആരാണ് ശ്വാസം തോന വിട്ടത്, ആരാണ് 4 കുപ്പി വെള്ളം കുടിച്ചു തീർത്തത് എന്നൊക്കെ കണക്ക് നോക്കിയിട്ടാണ് വിജയവും പരാജയവും തീരുമാനിക്കണമെങ്കിൽ ഓക്കെ, ഞങ്ങൾക്ക് യാതൊരു തിരക്കടില്ല. നിങ്ങൾ പറഞ്ഞോളി, ആഘോഷിച്ചോളി, യാതൊരു പരാതി ഞങ്ങൾക്കില്ല. അതേ സ്ഥാനത്ത് ആദർശം പറഞ്ഞതിന്റെ വിജയവും പരാജയവും ആണെങ്കിൽ ആ സംവാദം നടത്തി നേർക്കുനേർ ഏറ്റുമുട്ടിയ 2 വിഭാഗത്തെയും ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. അതാ ആണത്തത്തോടെയാണ് പറഞ്ഞത് കേട്ടോ. 2 വിഭാഗത്തെയും ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. ജിന്നിന്റെയും മലക്കിന്റെയും ചോദിക്കുന്നത്, ജിന്നിനോടും മലക്കിനോടും ചോദിക്കുന്നത് അത് നിരുപാധികം ഷിർക്കാണെന്ന് ഒരു വിഭാഗം പറയുന്നു. മറ്റൊരു വിഭാഗം പറയുന്നു അല്ല, അത് ഷിർക്കാകുന്ന രീതിയുണ്ട്, ഷിർക്കല്ലാത്ത രീതിയുണ്ട്. ഞാൻ ചോദിക്കുന്നു, ഷിർക്കാകുന്ന രീതിയും അല്ലാത്ത രീതിയും ഉണ്ടെന്ന് പറഞ്ഞാൽ
ശിർക്കിന്റെ മാനദണ്ഡം എന്താണ്? നിങ്ങളെ പറയുന്ന മാനദണ്ഡം 1400 കൊല്ലത്തിന്റെ ഇടക്ക് മുസ്ലിം ഉമ്മത്തിലെ പ്രാമാണികരായ ഏത് പണ്ഡിതന്മാരാണ് പറഞ്ഞത്? ഇത് ഒരു സാമാന്യം ബുദ്ധിയുള്ള ആൾക്ക് പറയാൻ പറ്റുമല്ലോ, അതൊരു ചോദ്യം തന്നെയാണ്. കാരണം വിഷയം ശിർക്കും തൗഹീദുമാണല്ലോ. ക്ലോണിങ്ങും ഇന്റർനെറ്റും ആണെങ്കിൽ അത് കഴിഞ്ഞ കാലത്തൊന്നും അങ്ങനെ പറയില്ല, കാരണം അതൊക്കെ ഇപ്പൊ വന്നതാന്ന് പറയുന്നു. ഇതങ്ങനല്ല, ആദം നബിന്റെ കാലത്ത് തുടങ്ങിയത് ശിർക്കും തൗഹീദും തമ്മിലുള്ള സമരം. മനസ്സിലായെങ്കിൽ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിലാണ് ആ സമരം ശക്തിപ്പെട്ടത്. മാത്രമല്ല എല്ലാ പ്രവാചകന്മാരുടെ കാലഘട്ടത്തിലും ഇത്തരം സമരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവരെല്ലാവരും പ്രബോധന പ്രവർത്തനം നടത്തിയത് മർമ്മപ്രധാനമായി ഇത് പഠിപ്പിക്കാനാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നീണ്ട 13 കൊല്ലം നബുവത്ത് കിട്ടിയതിന്റെ ശേഷം പരിശുദ്ധ മക്കയിൽ താമസിച്ചിട്ടുണ്ട്, അല്ലെ? 53-ാമത്തെ വയസ്സിലാ മദീനത്തേക്ക് പോയത്. അപ്പൊ 13ഓളം കൊല്ലം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് മക്കയിൽ താമസിച്ചു. പിന്നെയാണ് മദീനയിലേക്ക് പോകുന്നത്, അല്ലെ? പക്ഷെ മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താമസിച്ചത് 10 കൊല്ലമാണ്. മക്കയിൽ താമസിച്ചതിനേക്കാൾ അത് എണ്ണത്തിൽ കുറവാണ്. പക്ഷേ നിങ്ങൾ നോക്ക്, മദീനയിൽ വന്ന് ഹിജ്റയുടെ 2-ാം വർഷത്തിലാണ്, മദീനയിൽ വന്നതിന്റെ 2-ാം കൊല്ലത്തിലാണ് നോമ്പ് നിർബന്ധമായത്. അപ്പോഴാണ് സക്കാത്ത് നിർബന്ധമായത്. അന്നാണ് പെരുന്നാൾ നിസ്കാരം സുന്നത്തായത്. അങ്ങനെ നോമ്പും നിസ്കാരവും അടക്കമുള്ള പല കാര്യങ്ങളും യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ വീക്ഷണത്തിലും അതിന്റെ ശരിയായ രീതിയിലും നടത്താൻ തുടങ്ങിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ വന്നതിന്റെ ശേഷമാണ്. മക്കയിൽ നിസ്കാരം ഉണ്ടായിരുന്നു, നിസ്കാരം വാജിബായിരുന്നു. അത് നബുവത്തിന്റെ 10-ാം വർഷമാണ്. പക്ഷേ നിസ്കാരം വാജിബായിട്ട് പോലും നിസ്കാരത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള ജുമുഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ വെച്ച് നിർവഹിച്ചില്ല. നേരെ മറിച്ച് ആ ജുമുഅ നിർവഹിച്ചത് മദീനയിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ അസ്അദ് ബിൻ സുറാറത്ത് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ മദീനയിൽ ജുമുഅ നടന്നിരുന്നു എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് കാണാം. അപ്പോ മക്കയിൽ ജുമുഅ നടന്നിട്ടില്ല. ഇസ്ലാമിന്റെ ഷിആറായി ലോകത്ത് അറിയപ്പെടുന്ന ജുമുഅ നിസ്കാരം 13 കൊല്ലക്കാലം മക്കയിൽ വെച്ച് നടത്തിയില്ല എങ്കിൽ, ഇസ്ലാമിന്റെ ഷിആറായി ലോകത്ത് അറിയപ്പെടുന്ന റമളാനിലെ നോമ്പ് അത് മക്കയിൽ ഉണ്ടായില്ല എങ്കിൽ, പരിശുദ്ധ ഖുർആൻ നിസ്കാരത്തിന്റെ കൂടെ പലപ്പോഴും എടുത്തു പറഞ്ഞ സക്കാത്ത് അത് മക്കയിൽ ഉണ്ടായില്ല എങ്കിൽ, ഇസ്ലാമിന്റെ പ്രധാനപ്പെട്ട നിസ്കാരം തന്നെ മക്കയിൽ ആരംഭിക്കുന്നത് അത് നബുവത്ത് കിട്ടി 10-ാമത്തെ കൊല്ലത്തിലാണെങ്കിൽ, അങ്ങനെ ആരംഭിച്ചിട്ട് പോലും ആ നിസ്കാരത്തിന്റെ സംഘടിത രൂപമായ ജമാഅത്തും ആഴ്ചയിൽ ഒരിക്കൽ നിർബന്ധമായി അനുഷ്ഠിക്കപ്പെടേണ്ട ജുമുഅയും മക്കയിൽ വിജയകരമായി നടന്നില്ല എങ്കിൽ, ഞാൻ ചോദിക്കുന്നു, 13 കൊല്ലക്കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ ജനങ്ങൾക്ക് നടത്തിയ പ്രബോധനം എന്താണ്? നിങ്ങൾ മനസ്സിലാക്കണത്, 13 കൊല്ലം മക്കയിൽ നടത്തിയ പ്രബോധനം എന്താ? നിസ്കാരം പഠിപ്പിക്കല്ല. നമ്മളെ തബ്ലീഗുകാരുണ്ട്, ഓടി വന്നിട്ട് ചോദിക്കും നമുക്ക് മരിക്കണ്ടേന്ന് നിൽക്കും. ചോദ്യം കേട്ടായിരിക്കും കഫം കൂടായിട്ടാ വന്നത്. അതല്ല, പിന്നെന്താ? നിസ്കരിപ്പിക്കാൻ വന്നതാ. നിസ്കരിപ്പിക്കാൻ വന്നതാണ്. ഏത് പള്ളിക്കാ പോണ്? അത് എവിടെ പോയാലും തിരക്കടില്ല എന്നാണ് ഓല വാദം. ചോദിക്കട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ ഓടി വന്നിട്ട് അബൂജഹലിനോട് ചോദിച്ചു നമുക്ക് മരിക്കണ്ടേ, അതുകൊണ്ട് വരി നിസ്കരിക്കുക ആണോ? അല്ല, ഉത്ബത്തിനോടും ഷൈബത്തിനോടും അബൂലഹബിനോടും പറഞ്ഞത് നമുക്ക് മരിക്കണ്ടേ, അതുകൊണ്ട് വരി നിസ്കരിക്കാൻ പോകാനാണോ? അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നീണ്ട 13 കൊല്ലക്കാലം പരിശുദ്ധമായ മക്കയിൽ പഠിപ്പിച്ചത് ഇസ്ലാമിന്റെ വിശ്വാസ പാഠങ്ങളാണ്. എന്താ വിദേഹത്തേർക്ക് കുഴപ്പം? എന്താ തെബലീഗേർക്ക് കുഴപ്പം? എന്താ തെരീക്കത്തേർക്ക് കുഴപ്പം? കള്ളത്തെരീക്കത്തേർക്ക് കുഴപ്പം? ഓലും നമ്മളെ പോലെ നിസ്കരിച്ചണോലല്ലേ, അവരും നോമ്പെടുക്കുന്നവരല്ലേ, അവരും സക്കാത്ത് വേണമെന്ന് പറയുന്നവരല്ലേ എന്നൊക്കെ ചോദിക്കുന്ന ചില ആളുകളുണ്ട്. അവര് കേൾക്കാനാ ഞാൻ പറയുന്നത്. ഇസ്ലാമിന്റെ പാഠങ്ങളെ
നാം വകതിരിക്കുകയാണെങ്കിൽ അടിസ്ഥാനപരമായി രണ്ടായി തിരിക്കാം. ഒന്ന് വിശ്വാസകാര്യങ്ങൾ, മറ്റേത് കർമ്മപാഠങ്ങൾ. വിശ്വാസകാര്യങ്ങൾ കഴിഞ്ഞിട്ടേ കർമ്മത്തിന് പ്രസക്തിയുള്ളൂ. മുഅ്മിനല്ലാത്ത ഒരു മനുഷ്യൻ നിസ്കരിച്ചാൽ അവന്റെ നിസ്കാരം ശരിയല്ല. അല്ല, അവൻ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്തിട്ടുണ്ട്. വുളൂ ചെയ്തിട്ടുണ്ട്, ഖിബല ശ്രദ്ധിച്ചിട്ടുണ്ട്, തുണി എടുത്തിട്ടുണ്ട്, ഔറത്ത് മറച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിസ്കാരം നമ്മൾ തുടങ്ങുന്നത് പോലെ തന്നെ തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ടാണ് തുടങ്ങിയത്. ഫാത്തിഹ ഓതിയിട്ടുണ്ട്. എല്ലാം കറക്റ്റാണ്. ബാത്തിലാകുന്ന ഒന്നും അവൻ ചെയ്തില്ല. പക്ഷേ അവന്റെ നിസ്കാരം ശരിയല്ല. എന്തുകൊണ്ട്? അടിസ്ഥാന നിബന്ധനയാകുന്ന ഈമാൻ അവനില്ല. മുഅ്മിനല്ലാത്ത ഒരു മനുഷ്യൻ നോമ്പെടുത്തു, അവന്റെ നോമ്പ് ശരിയല്ല. അവൻ സക്കാത്ത് കൊടുത്തു, അവന്റെ സക്കാത്ത് ശരിയായിട്ടില്ല. ഇനി ഏത് ഇബാദത്ത് അവൻ ചെയ്താലും അള്ളാഹുവിന്റെ ഇബാദത്തായി പരിഗണിക്കപ്പെടാൻ പറ്റിയ രീതിയിൽ ആ ഇബാദത്ത് ശരിപ്പെട്ടിട്ടില്ല എന്നാണ് ഇസ്ലാമിക ശരീഅത്ത് പഠിപ്പിക്കുന്നത്. എന്താ കാര്യം? അടിസ്ഥാന ക്വാളിഫിക്കേഷൻ ഈമാനാണ്. അത് ഉണ്ടെങ്കിലേ ബാക്കിയെല്ലാം നടക്കൂ. എന്നാൽ ഈ അടിസ്ഥാന ഫലകത്തിന് ഇളക്കവും കോട്ടവും വൈകല്യവും സംഭവിച്ച് അതിന് ക്യാൻസർ ബാധിച്ചിട്ട് ചില ആളുകള് രണ്ടാമത്തെ സ്ഥലം നന്നാക്കാൻ വരികയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. കാലിന് സുഖമില്ലാതെക്കുമ്പോഴാണ് ചെരുപ്പുന്നാൻ പോണത്. ഇതാണിപ്പോ നമ്മളെ ഓരോരുത്തരുടെ അവസ്ഥ. നമ്മളെ നാട്ടിലെ കാല് നിലത്തെക്കാൻ വയ്യ. ഇതിങ്ങനെ പുഴു അരിച്ചിട്ട് ഓട്ടയായി അവിടെയും ഇവിടെയും മുറിയായിട്ട് ചവിട്ടാൻ വയ്യാതെ നിൽക്കുമ്പോ അത് ഒരു ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി ചികിത്സിച്ച് ഭേദമാക്കുന്നതിന് പകരം അപ്പൊ പല ആളുകളും ചെയ്യണ എന്താ? കാല് ശ്രദ്ധിക്കാതെ ചെരുപ്പ് പൊട്ടിയത് തുന്നാൻ പോവുകയാണ്. അതാണ് ഞമ്മക്ക് മരിക്കണ്ടേ എന്നും ചോദിച്ചിട്ട് ചില ആൾക്കാർ നിസ്കാരം നന്നാക്കാൻ വരുന്നത്. സുഹൃത്തുക്കളെ, അപകടം ഏറ്റവും അധികം സംഭവിക്കുന്നത് എവിടെയാണോ അവിടെ ആദ്യം നന്നാക്കണം. അതുകൊണ്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധ മക്കയിൽ നീണ്ട 13 വർഷക്കാലം അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചെലവഴിച്ചത് എന്തിനാ? നിസ്കരിപ്പിക്കാനോ, നോമ്പെടുപ്പിക്കാനോ, ഹജ്ജിന് പ്രേരിപ്പിക്കാനോ, സക്കാത്ത് കൊടുക്കാനോ ഒന്നിനുമല്ല. ഇസ്ലാമിന് എത്ര കർമ്മ വിഷയങ്ങളുണ്ട്. അള്ളാഹുവിന്റെ റസൂല് ആകെ പരാമർശിച്ചത് ഒന്നാണ്. അതേതാ? അത് നിസ്കാരമാണ്. അത് തന്നെ എന്ന് നബുവത്ത് കിട്ടി 10 കൊല്ലം കഴിഞ്ഞിട്ട് അതന്നെ അതിന്റെ പൂർണ്ണ രൂപത്തിൽ ഉണ്ടായിരുന്നില്ല. സംഘടിത രൂപമോടെ നടപ്പിലായിരുന്നില്ല. ജുമാ നടപ്പിലായിരുന്നില്ല. അതൊക്കെ ഞാൻ പറഞ്ഞു. അപ്പൊ ഈ 10-13 കൊല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പണി എന്തായിരുന്നു? അള്ളാഹുവിന്റെ റസൂലിന്റെ പണി ജനങ്ങളുടെ വിശ്വാസം കടഞ്ഞ് ശരിപ്പെടുത്തലായിരുന്നു. അതുകൊണ്ടാണ് AP സുന്നിയക്ക് വിദേഹത്തേറെ പറ്റൂലെന്ന് പറയുന്നത്. ചില ആൾക്കാർക്ക് സംശയം, APക്കാർക്ക് എന്താ ഇപ്പൊ മുജാഹിദിനോടും ജമാഅത്തിനോടൊക്കെ എത്ര ഒരു എതിർപ്പ്? ചില സാധുക്കൾക്ക് ഒരു സംശയം. ആയിക്കോട്ടെ, എന്റെ മറുപടി പറഞ്ഞുതരാം. 13 കൊല്ലം റസൂലുള്ളാഹി എടുത്ത പണി ഉണ്ടല്ലോ, ആ പണി ശരിയാകാതെ 14ാമത്തെ കൊല്ലത്തെ പണി നോക്കിയിട്ട് കാര്യമില്ല. എന്ന് പറഞ്ഞാല് LKG ചേർത്തേണ്ട കുട്ടിനെ അവിടെ ഒന്നും ചേർത്താതെ +2 കൊണ്ടുപോയി ചേർത്തിയാല് ലാ തുമ്പ വല വാല എന്ന് പറയും. മനസ്സിലായില്ലേ? യാതൊരു ഫായിദ ഉണ്ടാവില്ല. LKG എന്നാണ് തുടങ്ങണം. അപ്പൊ ഇസ്ലാമിന്റെ LKG ലാ ഇലാഹ ഇല്ലല്ലയാണ്. അവിടെയാണ് നമ്മുടെ അടിസ്ഥാന പാഠശാല. അവിടുന്നാണ് നമ്മൾ തുടങ്ങേണ്ടത്. ആ പാഠശാലയിൽ നിന്ന് ആദ്യം പഠിക്കേണ്ടത് കലിമത്ത് തൗഹീദാണ്. ആ കലിമത്ത് തൗഹീദ് മനസ്സിലാകണമെങ്കിൽ ഇതാരാണ് നമുക്ക് പറഞ്ഞു തന്നത് എന്നൊരു ബോധമുണ്ടാകണം. ആരാ പറഞ്ഞു തന്നത്? അത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ 2ാം നിരയിലേക്ക് മാറ്റിവെച്ചുകൊണ്ട് കലിമത്ത് തൗഹീദ് മനസ്സിലാക്കാൻ നമുക്ക് പറ്റില്ല. കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നമ്മൾ ആരെങ്കിലും പറയാൻ തുടങ്ങിയത് അള്ളാഹുവിനെ നേരിട്ട് കണ്ടതുകൊണ്ടോ പടച്ചറപ്പിന്റെ മഹത്വം നേരിട്ട് കണ്ടു മനസ്സിലാക്കിയത് കൊണ്ടോ ആ അള്ളാഹുവിന്റെ കുദറത്തും ഏകത്വവും നമുക്ക് നേരിൽ ബോധ്യപ്പെട്ടത് കൊണ്ടോ അല്ല. നേരെ മറിച്ച് അത് ബോധ്യപ്പെടുന്നതിന്റെ മുമ്പ് അങ്ങനെ ഒരു ആശയം നമ്മുടെ തലയിലേക്ക് ഇട്ടു തന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്നു. അതുകൊണ്ട് ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്കാർക്കും തൗഹീദ് പഠിക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് യമനിൽ നിന്ന് വന്ന സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളുടെ കുടുംബം, സൈനുദ്ദീൻ മഖ്ദൂം 2ാമൻ
കേരളത്തിൽ ഇരുന്ന് രചിച്ച ഫത്ഹുൽ മുഈൻ എന്ന് പറയുന്ന ലോക പ്രശസ്ത ഗ്രന്ഥമായ ഇസ്ലാമിലെ ഷാഫിഈ മദ്ഹബിന്റെ കർമ്മശാസ്ത്രത്തിലെ മുഴുത്തമതായ പ്രബലമായ മസ്അലകൾ വിവരിക്കുന്ന ആ ഗ്രന്ഥത്തിന്റെ തുടക്കത്തിൽ ബഹുമാനപ്പെട്ടവര് പറഞ്ഞു, കുട്ടിക്ക് ഗ്രാഹ്യശേഷി ഉണ്ടായാൽ, കുട്ടികൾക്ക് ചിലതൊക്കെ പറഞ്ഞുകൊടുത്താല് അത് മനസ്സിലാക്കാൻ പറ്റുന്നൊരവസ്ഥയിലേക്ക് കുട്ടിയുടെ മാനസികാവസ്ഥ വളർന്നാൽ രക്ഷിതാവ് കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യം എന്താണ്? അന്ന സയ്യിദന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉലിദ ബി മക്കത്ത വബുഇസ ബിഹാ വതുഫിയ ബിൽ മദീന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചുള്ള വിവരമാണ് ആ കുഞ്ഞിന് രക്ഷിതാവ് ആദ്യം കൊടുക്കേണ്ടത് എന്ന് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ ഫത്ഹുൽ മുഈനിൽ എഴുതി വെച്ചത് വെറുതെ അല്ല. അതിന്റെ കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലാകണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനസ്സിലാകണം. നോക്കൂ നിങ്ങൾ, മക്കയിലെ ജനങ്ങൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിയില്ലായിരുന്നു. മക്കയിലെ ജനങ്ങൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിയില്ലായിരുന്നു. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിയാത്ത മക്കയിലെ ജനങ്ങളിലേക്ക് ഒരു സുപ്രഭാതത്തിൽ ഒരാളിന്ന് ഇറങ്ങി വന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അവതരിപ്പിച്ചതല്ല. നേരെ മറിച്ച് കുട്ടിക്ക് ചെറിയ ചരിത്രത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിചയപ്പെടുത്തി കൊടുക്കുന്നതിന് പകരം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അതിസുന്ദരമായ ആശയം അവതരിപ്പിക്കപ്പെടേണ്ട മക്ക നിവാസികൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് അല്ലാഹു തആല ക്ലാസ് കൊടുത്തു. നമ്മൾ മനസ്സിലാക്കണം, അല്ലാഹു തആല നബി തങ്ങളെ കുറിച്ച് ക്ലാസ് കൊടുത്തു. എങ്ങനത്തെ ക്ലാസ്സാ കൊടുത്തത്? അന്ന് പാഠശാലയിൽ പോയി പഠിക്കുന്ന രീതി ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിലും ആ രീതി ഈ വിഷയത്തിൽ വിജയിക്കുകയും ഇല്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് അല്ലാഹു തആല ഏറ്റവും അനുയോജ്യമായ അനുഭവത്തിന്റെ പാഠശാലയിലാണ് മക്ക നിവാസികളെ പഠിപ്പിച്ചത്. ആ പാഠശാലയിൽ ഇരുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നോക്കിക്കണ്ടപ്പോ ആരാണ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന് മക്കയിലെ ജനങ്ങൾക്ക് നേരിലങ്ങ് ബോധ്യപ്പെട്ടു. ഏറ്റവും നല്ല സൽസ്വഭാവിയും ഏറ്റവും അതീവ സുന്ദരനും ഏറ്റവും നല്ല സത്യസന്ധനും ജീവിതത്തിൽ എവിടെയും പാളിച്ചകളോ പാകപ്പിഴവുകളോ ഇല്ലാത്ത പരിപൂർണമായ പരിശുദ്ധമായ ജീവിതത്തിന്റെ ഉടമയായി നീണ്ട 40 കൊല്ലക്കാലം ആ മക്കയിലെ ജനങ്ങളുടെ ഇടയിൽ ജീവിച്ച് മക്കക്കാര് നോക്കിക്കണ്ട് പഠിക്കുകയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ. അങ്ങനെ 40 കൊല്ലത്തെ പഠനത്തിന്റെ ശേഷമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിക്കാൻ അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏൽപ്പിക്കുന്നത്. ഇതേ രീതിയിലാണ് ഫത്ഹുൽ മുഈൻ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ പറഞ്ഞത്, നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അങ്ങനെ അങ്ങ് അനുഭവിച്ചു പഠിക്കുക സാധ്യമല്ലല്ലോ. അതുകൊണ്ട് പഠനം തുടങ്ങുന്ന കുട്ടിക്ക് ആ നബിയുടെ ചരിത്രം പറഞ്ഞു കൊടുത്തു തുടങ്ങണം. ആദ്യം അടിസ്ഥാന ചരിത്രങ്ങൾ പറഞ്ഞു കൊടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിചയപ്പെടുത്തിയതിന്റെ ശേഷമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അടിസ്ഥാന പ്രമാണങ്ങളിലേക്ക് കടക്കാൻ വഴിയുള്ളൂ. കാരണം ആ ഡോറിലൂടെ ഇങ്ങോട്ട് കടക്കാൻ പറ്റൂ. അതുകൊണ്ട് ഡോറ് കാണിച്ചു കൊടുക്കണം, എന്നാലേ ഈ മുറിയിലേക്ക് എത്തൂ. ഈ മുറിയാവട്ടെ ഇത് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മഹാഗോപുരമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ എന്താ ഉള്ളത്? ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പ്രമാണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇപ്പോൾ കൊണ്ടുവന്നതല്ല. നേരെ മറിച്ച് ആദം നബി അലൈഹിസ്സലാമിന്റെ കാലം മുതൽ അഫ്ളലു മാ ഖുൽതു അനാ വന്നബിയ്യൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ ആ പരിശുദ്ധമായ കലിമത്തു തൗഹീദാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് അന്ന് തുടങ്ങിയതാണ്. അന്ന് മുതലേ അത് ഈ സമൂഹത്തിൽ ചർച്ചയാണ്, അന്നേ അത് പഠിപ്പിക്കലാണ്. ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാം ലാ ഇലാഹ ഇല്ലല്ലാഹയും അനുബന്ധ കാര്യങ്ങളും പഠിപ്പിക്കാൻ എടുത്തത് നീണ്ട 950 കൊല്ലമാണ്. 9.5 നൂറ്റാണ്ട് കാലം. മനസ്സിലായോ? 9.5 നൂറ്റാണ്ട് കാലം ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആശയം നൂഹ് നബി അലൈഹിസ്സലാം പഠിപ്പിച്ചിട്ട് 1ാമത്തെ നൂറ്റാണ്ടിൽ എന്താണോ പറഞ്ഞത് 9ാമത്തെ നൂറ്റാണ്ടിൽ നൂഹ് നബി അലൈഹിസ്സലാമിന് ഇത് മാറ്റി പറയേണ്ടി വന്നിട്ടില്ല. നമ്മളെ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിനോ അവരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിക്കാൻ തുടങ്ങിയെന്നാ പറയുന്നത്. പക്ഷേ 90 കൊല്ലമായപ്പോഴേക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥത്തിന്റെ വിഷയത്തിൽ മുജാഹിദുകളിലെ വലിയ 2 വിഭാഗം പിളർന്നുപോയി എന്ന് പറഞ്ഞാൽ നൂഹ് നബി പഠിപ്പിച്ച തൗഹീദും നിങ്ങൾ പഠിപ്പിച്ച തൗഹീദും തമ്മിൽ എത്ര അന്തരമുണ്ട് നിങ്ങൾ മനസ്സിലാക്കണം.
ഓട്ടെ, നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ മാത്രം ചരിത്രം എടുത്താൽ മതിയോ? പോരാ. അവിടുന്ന് ഇങ്ങോട്ട് നോക്ക്. നൂഹ് നബിയാണ് ഭൂമിയിൽ ആദ്യമായി പ്രബോധന പ്രവർത്തനം ശിർക്കിനെതിരെ നടത്തിയ പ്രവാചകരെന്ന് പല ചരിത്ര ഗ്രന്ഥങ്ങളിലും കാണാം. ആ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലം മുതൽ ഇങ്ങോട്ട് പ്രവാചകന്മാർ എത്ര ഈ ലോകത്ത് വന്നു? ഏതെങ്കിലും പ്രവാചകന്മാരുടെ കാലഘട്ടം മറിഞ്ഞു വന്നിട്ട് ലക്ഷക്കണക്കിന് വർഷങ്ങൾ പൊഴിഞ്ഞു പോയിട്ട് ഏതെങ്കിലും ഒരു പ്രവാചകന്മാരുടെ കാലഘട്ടത്തിൽ നേരത്തെ പറഞ്ഞ തൗഹീദ് തിരുത്തി പറയേണ്ട അവസ്ഥ വന്നിട്ടുണ്ടോ? അതല്ല, സാക്ഷാൽ ഇസ്ലാമിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി അല്ലാഹു തആല നിയോഗിച്ച ഏറ്റവും വലിയ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഉമ്മത്തിലേക്ക് അതേ ലാ ഇലാഹ ഇല്ലല്ലാഹുമായി വന്ന് നീണ്ട 10-13 കൊല്ലം ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രം ജനങ്ങൾക്കിടയിൽ പഠിപ്പിക്കാൻ തിരിഞ്ഞപ്പോ ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒന്ന് നൂഹ് നബിയുടെ കാലത്ത് പഠിപ്പിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹ് തിരുത്തി പറയേണ്ടി വന്നിട്ടുണ്ടോ? ശിർക്കും തൗഹീദും എവിടെയാണ് സുഹൃത്തുക്കളെ തിരുത്തല്? നമ്മുടെ ചെന്നൈ മൻസൂർ ഹാജിയുടെ ഉമ്മ മരണപ്പെട്ടു എന്നൊരു ന്യൂസ് കാണുന്നു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അദ്ദേഹം നമ്മുടെ സ്ഥാപനങ്ങളുടെയും പ്രസ്ഥാനത്തിന്റെയും ഒക്കെ വലിയ ഒരു സഹകാരിയാണ് എന്ന് എല്ലാവർക്കും അറിയാം. അർഹമുർ റഹീമീനായ റബ്ബ് അദ്ദേഹത്തിന്റെ ആ സഹായ സഹകരണങ്ങൾ ചെയ്യാനുള്ള വിശാല മനസ്സിന്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു അവരുടെ ഉമ്മന്റെ ഖബർ സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. അവരുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും അർഹമുർ റഹീമീനായ റബ്ബ് പുറത്തു കൊടുക്കുമാറാകട്ടെ. ഈ മക്കള് അല്ലെങ്കിൽ ഈ മകൻ ചെയ്തിട്ടുള്ള എല്ലാ നല്ല കാര്യങ്ങളുടെ ഫലവും ആ മഹദിയുടെ ഖബറിടത്തിലേക്ക് അള്ളാഹു തആല എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മെയും അള്ളാഹു അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടിത്തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് വിശദമായി നമുക്ക് പിന്നീട് ഫാത്തിഹ ഓതി ദുആ ചെയ്യണം. അപ്പോ ഞാൻ പറഞ്ഞ വിഷയം, ലാ ഇലാഹ ഇല്ലല്ലാഹ് അങ്ങനെ പഠിപ്പിച്ചിട്ട് ഒരു കാലത്തും പ്രവാചകന്മാർക്കതിൽ മാറ്റത്തിരുത്തലുകൾ വേണ്ടി വന്നിട്ടില്ല. എന്നാലോ അവ്യക്തതകളും അതിലുണ്ടായിട്ടില്ല. ഞാൻ ചോദിക്കുന്നു, ലോകത്തെ ഇസ്ലാമിക പണ്ഡിതന്മാർ ഇത്രയും നൂറ്റാണ്ട് ജീവിച്ചു. എന്റെ ഒരു ചോദ്യമാണ്. വേണമെങ്കിൽ ഏതെങ്കിലും മുജാഹിദുണ്ടെങ്കിൽ എഴുതിച്ചോളൂ. ഒരു ചോദ്യം നോക്കിയോളൂ നിങ്ങൾ, മറുപടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. അല്ല, നിങ്ങളുടെ സാധാരണ ശൈലിയിൽ ഇതാ ചോദ്യം, നിങ്ങൾക്ക് അറിയില്ലട്ടോ, അങ്ങനെയാണ് നിങ്ങൾക്ക് മിണ്ടാതക്കും ചെയ്യാം. യാതൊരു വിരോധമില്ല. ഞങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യം എന്താ വെച്ചാല്, ഞങ്ങൾ ചോദിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലശേഷം ഇതേ സമുദായത്തിൽ കഴിഞ്ഞ 1400 കൊല്ലമായി ഇസ്ലാമിക പണ്ഡിതന്മാർ വൈജ്ഞാനിക വിപ്ലവ പ്രവർത്തനം നടത്താൻ തുടങ്ങിയിട്ട്. ചോദിക്കട്ടെ ഞാനൊന്ന്, ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ മുസ്ലിം പണ്ഡിതന്മാർക്കിടയിൽ തൗഹീദും ശിർക്കും എന്ന് പറഞ്ഞിട്ടൊരു ചർച്ച, ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയാണോ ഇല്ലെന്നൊരു ചർച്ച എപ്പോഴെങ്കിലും നടത്തേണ്ടി വന്നിട്ടുണ്ടോ? അങ്ങനെ ഒരു ചർച്ച നടത്തേണ്ടി വന്നിട്ടുണ്ടോ? സ്വഹാബത്തിന്റെ ഇടയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് അഭിപ്രായ വ്യത്യാസം വന്നിരുന്നോ? താബിഈങ്ങൾക്കിടയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് അഭിപ്രായ വ്യത്യാസം വന്നിരുന്നോ? ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പരിശുദ്ധമായ ആ ആശയം ജനങ്ങൾക്ക് പഠിപ്പിക്കാൻ തുനിഞ്ഞപ്പോ അതിന്റെ ഇടയിൽ ഇസ്ലാമിന്റെ ശത്രുക്കൾ നുഴഞ്ഞു കയറിയിട്ട് എക്കാലത്തും ചില തെറ്റുദ്ധാരണകൾ ഉണ്ടാക്കാൻ നോക്കിയിട്ടുണ്ട്. പക്ഷേ അതൊരു സംവാദത്തിലൂടെ തിരുത്തപ്പെടേണ്ട വിഷയമായി പോലും ഈ ഉമ്മത്തിന്റെ പണ്ഡിതന്മാർ കണക്കിലെടുത്തിരുന്നില്ല. കാരണം തൗഹീദും ശിർക്കും അത്ര ഭദ്രമാണ്. തൗഹീദ് ശിർക്ക് തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ വളരെ വ്യക്തമായി വിശദീകരിക്കാൻ പറ്റിയതാണ്. ആർക്കും മനസ്സിലാകാത്ത ചില തത്വങ്ങൾ പറഞ്ഞുകൊണ്ട് ഇതാണ് ശിർക്ക്, ഇതാണ് തൗഹീദ്. വഹാബികൾ എന്ന് പറയുന്നത് പോലെ അദൃശ്യകാര്യം എന്ന് പറയും ചില സമയത്ത്, മറ്റു ചിലപ്പോൾ അഭൗതികം എന്ന് പറയും, മറ്റു ചിലപ്പോൾ കഴിവിൽപ്പെട്ടത് പെടാത്തത് എന്ന് പറയും. ആ കഴിവിന്റെ പരിധി എത്രയാണെന്ന് ചോദിച്ചാൽ കൈമലർത്തും. അദൃശ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ പിന്നെയും മലർത്തും. അങ്ങനെ ചോദ്യങ്ങൾ വരുന്നതിനനുസരിച്ച് കൈമലർത്തുക എന്നല്ലാതെ അവസാനം പിന്നെ ഒരു നമ്പർ ഉണ്ട്, അത് എല്ലാവർക്കും തിരിയുന്നുള്ളതാണ് ആ നമ്പർ. അത് എല്ലാവർക്കും തിരിയുന്നതാണ് ആ നമ്പർ. മനസ്സിലായോ? അങ്ങനെ എല്ലാവർക്കും തിരിയണതല്ല, പലർക്കും തിരിയാത്ത വിഷയമാണ്. അതുകൊണ്ടാണ് 13 കൊല്ലം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കേണ്ടി വന്നത്. മനസ്സിലാക്കിച്ചോ? പക്ഷേ അത് പഠിച്ചിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന പണ്ഡിതന്മാർ, ഇസ്ലാമിലെ സാധാരണക്കാർ, അവർക്ക് അതെന്താണ് എന്ന് മനസ്സിലാക്കിയപ്പോ പിന്നെ അതിലൊരു തർക്കത്തിന് പോകേണ്ടി വന്നിട്ടില്ല.
എക്കാലത്തും ചില തൽപര കക്ഷികൾ ഇസ്ലാമിനെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ചില അപശബ്ദങ്ങളുമായി വന്നിട്ടുണ്ട് എന്ന് സത്യമാണ്. പക്ഷേ അതിൽ കൂടുതലും ഉണ്ടായിരുന്നത് ഏത് വിഷയത്തിലാ? അടിസ്ഥാനപരമായ വിഷയങ്ങളിൽ അവർക്ക് തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അവരുടെ ലക്ഷ്യം എന്താണ് എന്ന് വളരെ വ്യക്തമായി ബോധ്യപ്പെടുന്ന രീതിയിലായിരുന്നു പലപ്പോഴും അവരുടെ ഇടപെടലുകൾ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ മുജാഹിദിന്റെ കഥകളൊന്ന് ആലോചിച്ച് നോക്ക്. ആദ്യം സുന്നികളുമായി തൗഹീദും ശിർക്കും നിറഞ്ഞ സംവാദങ്ങൾ നടത്തി. ആ സംവാദം നടത്തി മുന്നോട്ട് പോകുമ്പോ ഇപ്പം മുജാഹിദുകളുമായി തൗഹീദും ശിർക്കിന്റെയും സംവാദം ഇങ്ങനെ കുനുകുനേന നടക്കുകയാണ്. ചരിത്രത്തിൽ ഏതോ ഒറ്റപ്പെട്ട സംഭവമല്ല ഈ പറയുന്നത്, കുനുകുനേന സംവാദം. അതെന്ത് സംവാദ? ഇപ്പൊ നിങ്ങൾ നോക്ക്, ഇവിടെ സംവാദം നടന്നു. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ലബ്ബ മൗലവിയുമായി ഒരു സംവാദം നടന്നു. ആ സംവാദം എന്താ? നാരിയത്തു സ്വലാത്തിൽ ശിർക്കുണ്ടോ ഇല്ലേ എന്നുള്ളതാ. മനസ്സിലായോ? നാരിയത്തു സ്വലാത്തിൽ ശിർക്കുണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. സുഹൃത്തുക്കളെ, ഞങ്ങൾ ചോദിക്കുന്നു, നാരിയത്തു സ്വലാത്തിൽ ശിർക്കുണ്ടോ ഇല്ലേ നിങ്ങൾക്ക് ഇത്ര കാലമായിട്ട് തീരുമാനമായിട്ടില്ല? ഇല്ലല്ലേ? ജിന്നിനോട് ചോദിച്ചാൽ ശിർക്കാകോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾക്ക് ഇത്ര കാലമായിട്ട് തീരുമാനമായിട്ടില്ല? ഞങ്ങൾ ചോദിക്കുന്നു, നിങ്ങൾ പറഞ്ഞല്ലോ 1 നൂറ്റാണ്ടായി നിങ്ങൾ കേരളത്തിൽ പ്രവർത്തിക്കണേ, കഴിഞ്ഞ 1 നൂറ്റാണ്ട് നിങ്ങൾ എന്താ അവിടുത്തെ ജനങ്ങളെ പഠിപ്പിച്ചത്? തീരുമാനമാകാത്ത ശിർക്കാണോ? തീരുമാനമാകാത്ത തൗഹീദാണോ? അതല്ലേ നിങ്ങൾ പഠിപ്പിച്ചത്? എന്നാ കേട്ടോ, ഞങ്ങളെ സുന്നത്ത് ജമാഅത്തിന്റെ ശിർക്കും തൗഹീദും തീരുമാനമായത് ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സ്വലാമിന്റെ കാലഘട്ടത്തിലാണ്. കേട്ടോളിങ്ങള്, സുന്നത്ത് ജമാഅത്തിന്റെ ശിർക്കും തൗഹീദും തീരുമാനമായത് ആദം നബി അലൈഹി സ്വലാമിന്റെ കാലഘട്ടത്തിലാണ്. അവിടുന്ന് ഇങ്ങോട്ട് ശിർക്ക് തൗഹീദിന്റെ വിഷയത്തിൽ ഞങ്ങൾക്കൊരു സംശയവും ഉണ്ടാകേണ്ടി വന്നിട്ടില്ല. കാരണം ലോകത്ത് ഏതൊക്കെ കാലഘട്ടങ്ങളിൽ ഏതൊക്കെ പ്രവാചകന്മാരും പ്രവാചകന്മാരുടെ പിൻതലമുറക്കാരായ പണ്ഡിതന്മാരും പ്രവർത്തിച്ചിട്ടുണ്ടോ അവരെല്ലാം ശിർക്കും തൗഹീദും വളരെ സുവ്യക്തമായി പഠിച്ചവരും സുവ്യക്തമായി പഠിപ്പിച്ചവരുമാണ്. മുജാഹിദുകൾ എന്ന് പറയുന്നത് പോലെ അദൃശ്യത്തിന്റെ കീറാമുട്ടി കൊണ്ട് ശിർക്കെന്താണെന്ന് മനസ്സിലാകാത്ത ഒരു പുകമറ തൗഹീദിന്റെയും ശിർക്കിന്റെയും ഇടയിൽ സൃഷ്ടിക്കുന്ന ആ ഒരു രീതി മുസ്ലിം ഉമ്മത്തിലെ പണ്ഡിതന്മാരാരും ഇതുവരെ എടുത്തിട്ടില്ല. മുജാഹിദിൽ അങ്ങനെ എടുക്കേണ്ടി വന്നത് എന്തുകൊണ്ടാ? അതിനൊരു കാരണമുണ്ട്. നിലല്ലാത്ത വെള്ളത്തിൽ മുങ്ങിയതുപോലെയാണ് മുജാഹിദ് തൗഹീദിൽ മുങ്ങിയേക്കുമ്പോണ്ടായത്. അങ്ങനെ ഉണ്ടാവും ചില ആൾക്കാര്. നിങ്ങൾ കണ്ടില്ലേ, ഡാം കാണാൻ പോവും, വെള്ളച്ചാട്ടം കാണാൻ പോകും, കാണുമ്പോ നല്ല രസം ഉണ്ടാവും. എന്നാ ഒന്ന് ഇറങ്ങി കുളിച്ചു വെക്കാന്ന് വെച്ചിട്ട് തോർത്തുണ്ടും മാറ്റേണ്ട ഇറങ്ങും. ഇറങ്ങണതേ ഓർമ്മ ഉണ്ടാവുള്ളൂ, പിന്നെ എവിടുക്കാ പോയതൊന്നും മുങ്ങാൻക്കും അറിയില്ല, കണ്ടുക്കണാൻക്കും അറിയില്ല. ഇങ്ങനെയാണ് പല അപകടങ്ങളും പല വെള്ളച്ചാട്ടങ്ങളിലും നടക്കുന്നത്. ഇതുപോലെയാണ് നമ്മളെ മുജാഹിദ് തൗഹീദിന്റെ വെള്ളച്ചാട്ടത്തിൽ നിന്ന് മുങ്ങി നോക്കിയതാ. ഇപ്പൊ എന്താ സംഭവിച്ചത്? മുങ്ങി ഓൽക്കും അറിയില്ല, കണ്ടുന്ന ബാക്കിയുള്ളവർക്കും അറിയില്ല അത് എവിടെ എത്തിയത്. അങ്ങനെ ചുഴി പെട്ട് ആകെ ഇടങ്ങേറായി കുട്ടിച്ചോറായി നിൽക്കണ ഒരവസ്ഥയിലേക്ക് ഇത്ര കാലത്തിന്റെ ഉള്ളിൽ ഈ ഒരു പ്രസ്ഥാനം എത്തിയെങ്കിൽ നിങ്ങൾ ആലോചിക്കണം. അടിസ്ഥാന വിഷയങ്ങൾ തീരുമാനമാക്കാൻ പറ്റാത്ത ഒരു വിഭാഗമായി മുസ്ലിം ഉമ്മത്തിനെ ഈ സമൂഹത്തിന്റെ മുമ്പിൽ ചിത്രീകരിച്ച് നാണം കെടുത്താനുള്ള പണി മാത്രമല്ലേ ഇത്തരം ഉൽപ്പത്തിഷ്ണുക്കൾ ഈ സമൂഹത്തിന് സംഭാവന ചെയ്തത്, അല്ലെങ്കിൽ ഈ സമുദായത്തിന് നൽകിയിട്ടുള്ളത് എന്ന് നമ്മളെല്ലാവരും ആലോചിക്കണം. ഇത് കാണുമെന്താ മറ്റുള്ളവർ ചിന്തിക്കുക? ഇസ്ലാമ് എത്ര കാലം മുമ്പ് തുടങ്ങിയതെന്നാ പറയുന്നത്. പക്ഷേ ഇസ്ലാമിന്റെ അടിസ്ഥാന വിഷയമായ ശിർക്കും തൗഹീദും ഇന്ന് വരെ തീരുമാനമായിട്ടില്ല പോലും. പിന്നെന്താ നിങ്ങളെ ഇസ്ലാം എന്ന് ആരെങ്കിലും ചോദിച്ചാൽ സത്യത്തിൽ അതിന്റെ ഉത്തരവാദി ഈ പുത്തൻവാദിയല്ലേ? സത്യത്തിൽ അതിന്റെ ഉത്തരവാദി കേരളത്തിലെ മുജാഹിദല്ലേ? സത്യത്തിൽ അതിന്റെ ഉത്തരവാദി ഇവിടുത്തെ ജമാഅത്തുകാരനല്ലേ? അതുകൊണ്ട് നിങ്ങളുടെ ശിർക്കിനും തൗഹീദിനും കാലകാലങ്ങളുടെ മാറ്റങ്ങൾ ഉണ്ടായേക്കാം. പുതിയ വേർഷനും പഴയ വേർഷനും ഉണ്ടായേക്കാം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദം നബി അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടം മുതൽ ഖിയാമത്ത് നാൾ വരെ ശിർക്കിനും തൗഹീദിനും യാതൊരു മാറ്റവുമില്ല. അതുകൊണ്ട് അവ്യക്തങ്ങളില്ലാത്ത വളരെ സുതാര്യമായ നയങ്ങളാണ് ഈ വിഷയത്തിൽ ഇസ്ലാമിക പണ്ഡിതന്മാർ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഞാൻ വളരെ അത്ഭുതത്തോടെ കേട്ടു. അതുപോലെ തന്നെ ഈ ഉമ്മത്തിലെ പലരും കേട്ടു നിങ്ങളെ ചില വാദങ്ങള്. എന്താ നിങ്ങളെ വാദം? നമ്മളെ പുതിയ അവതാരം ഫൈസൽ മൗലവിക്ക് വളരെ വിചിത്രമായ ചില വാദങ്ങളുണ്ട്. എന്താണ് ആ വിചിത്രമായ വാദം? ആ വാദം അവതരിപ്പിച്ചുകൊണ്ട് അയാൾ പറയുന്നത് ഞാൻ പറയല്ല ഖുർആൻ പറയാണ് എന്നാ. സുഹൃത്തുക്കളെ, നിങ്ങൾ ആലോചിച്ചു നോക്ക്,
ഇത് കേൾക്കണ ഒരു അന്യമതസ്ഥൻ പരിശുദ്ധ ഖുർആനെ കുറിച്ച് എന്ത് വിചാരിക്കും? എന്താ പറഞ്ഞറിയോ? നഴ്സറി കുട്ടിയാക്ക് പോലും തിരിയണ മണ്ടത്തരം. എന്താ പറഞ്ഞത്? റഖീബ് അതീദ് അലൈഹിസ്സലാം എന്ന മലക്ക്, റഖീബ് അതീദ് എന്ന മലക്ക്, ആ മലക്ക് ഒരു മനുഷ്യന്റെ കൂടെ, എല്ലാ മനുഷ്യന്റെ കൂടെ ഉണ്ടല്ലോ. അപ്പൊ ഞാന് റഖീബിനെ വിളിക്കുകയാണ്, റഖീബെ എന്നൊന്ന് രക്ഷപ്പെടുത്തണേ എന്ന് വിളിച്ചാൽ മുജാഹിദിന്റെ ഭാഷയിൽ അത് റഖീബിനോടുള്ള പ്രാർത്ഥനയാണ്. കാരണം രക്ഷപ്പെടുത്താൻ പറ്റൂല എന്നാ മുജാഹിദ് പറഞ്ഞത്. അപ്പൊ ചോദ്യം, വിളിച്ചാല് റഖീബ് അതീദ് കേൾക്കുവോ? കേൾക്കുമല്ലോ. കാരണം എന്താ? മാ യൽഫദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ് എന്നല്ലേ ഖുർആൻ പറഞ്ഞത്, അല്ലേ? ഖുർആൻ പറഞ്ഞ എന്താ? ഏത് വാക്ക് ഒരു മനുഷ്യൻ ഉച്ചരിച്ചാലും അവന്റെ കൂടെ റഖീബ് അതീദ് ഉണ്ടാവുന്ന, റഖീബ് അതീദ് രേഖപ്പെടുത്തുന്ന പരിശുദ്ധ ഖുർആൻ ആവർത്തിച്ച വിഷയം പറഞ്ഞു. അപ്പൊ ആ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് റഖീബ് അതീദ് രേഖപ്പെടുത്തണമെങ്കിൽ റഖീബ് അതീദ് കേൾക്കണം. അപ്പൊ റഖീബ് അതീദ് എന്ത് ഉച്ചരിച്ചാലും കേൾക്കുന്ന അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു. ഫൈസൽ മൗലവിനോട് ചോദിച്ചു, റഖീബ് അതീദ് എന്ന മലക്കിനെ വിളിച്ചിട്ട് ഞാൻ പറയാണ്, റഖീബേ അതീദേ എന്നെ രക്ഷപ്പെടുത്തണേ എന്ന മലക്കിനോട് പ്രാർത്ഥിക്കുന്ന ശൈലിയിൽ പറഞ്ഞാൽ അത് മലക്ക് കേൾക്കോ എന്ന് ചോദിച്ചപ്പോ ഫൈസൽ മൗലവിന്റെ മറുപടി കേൾക്കൂല, അത് കേൾക്കൂല. അതിന്റെ കാരണം പ്രാർത്ഥന കേൾക്കൂല അല്ല, ഏതൊരു വാചകം ഉച്ചരിച്ചാലും റഖീബ് അതീദ് കേൾക്കുന്ന ഖുർആനിലുണ്ടല്ലോ. എന്നാ അത് മാത്രല്ല, പ്രാർത്ഥന കേൾക്കൂല എന്നും ഖുർആനിലുണ്ട്. അതേതാ പ്രാർത്ഥന കേൾക്കൂല എന്ന് ഖുർആനിലുള്ളത്? മുജാഹിദ് ഉണ്ടായ അന്ന് മുതൽ ഉറക്കത്തിലും കൂടി ഓതുന്നൊരായത്തുണ്ട്, വേറെണ്ടല്ലോ. മുജാഹിദ് ഉണ്ടായ അന്ന് മുതൽ ഉറക്കത്തിലും കൂടി ഓതുന്നൊരായത്തുണ്ട്. ഇൻതദുഉഹും ലാ യസ്മഉ ദുആഅക്കും, നിങ്ങൾ അവരോട് ദുആ ചെയ്താൽ, മുജാഹിദിന്റെ അർത്ഥം നിങ്ങൾ അവരെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ അവർ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കൂല. അപ്പൊ റഖീബിനെ വിളിച്ചു പ്രാർത്ഥിച്ചാല് റഖീബ് പ്രാർത്ഥന കേൾക്കൂല എന്നല്ലേ പറയണത്? എന്നാ പിന്നെ പ്രാർത്ഥിക്കാതെ വിളിച്ചാൽ കേൾക്കും? അപ്പൊ കേൾക്കും. പ്രാർത്ഥിച്ച് വിളിച്ചാലോ അപ്പൊ കേൾക്കൂല. അതാരെ പറഞ്ഞ്? ഖുർആൻ പറഞ്ഞ്. അപ്പൊ സുഹൃത്തുക്കളെ, നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു മനുഷ്യൻ, ഒരു ഉദാഹരണം പറയാട്ടോ, ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണുള്ള ശിർക്ക്. മുജാഹിദിന്റെ തിയറിയെ ഞാൻ പറഞ്ഞത്, ഫൈസൽ മൗലവിന്റെ തിയറി. ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ് ശിർക്ക്. മുജാഹിദിന്റെ ഭാഷയിൽ ഒരു മനുഷ്യൻ റഖീബ് അതീദിനെ വിളിച്ച് പ്രാർത്ഥിച്ചു, റഖീബ് അതീദിനെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ട് ശിർക്ക് ചെയ്തു. ഈ ശിർക്ക് നിരന്തരം ചെയ്യണ ഒരാള് പരലോകത്ത് ചെന്നിട്ട് ഏട് പരിശോധിച്ച് നോക്കുമ്പോ ശിർക്കിന്റെ ഭാഗത്തൊക്കെ ബ്ലാങ്ക് ആണ് കാണുന്നത്, ശിർക്ക് ഇത് കാണില്ല. ഈ ഏടിന്റെ പ്രത്യേകത എന്താ? അല്ലാഹു തആല സൂറത്തുൽ കഹ്ഫിൽ പറഞ്ഞു, മാലി ഹാദൽ കിതാബി ലാ യുഗാദിറു സഗീറത്തൻ വലാ കബീറത്തൻ ഇല്ലാ അഹ്സാഹാ. എന്താണ് ഈ ഏട്? ഇത് വല്ലാത്ത അത്ഭുതമുള്ള ഏടല്ലേ? ഇതിന്റെ പ്രത്യേകത എന്താ? ലാ യുഗാദിറു സഗീറത്തൻ വലാ കബീറത്തൻ ഇല്ലാ അഹ്സാഹാ. ഏത് ചെറുതുണ്ടോ ഏത് വലുതുണ്ടോ അത് ഇതിൽ രേഖപ്പെടുത്താതെ പോകൂലാന്ന. ഏറ്റവും വലുതെന്താ? ഇന്ന ശിർക ലദുൽമുൻ അദീം, ഏറ്റവും വലിയ തെറ്റ് ശിർക്ക. എന്നിട്ട് മുജാഹിദ് മൗലവി പറയാ, റഖീബ് അതീദിനെ വിളിച്ചിട്ട് പ്രാർത്ഥിച്ചാല് അത് ശിർക്കാകണ പ്രാർത്ഥനയാണ്, അത് റഖീബ് അതീദ് കേൾക്കൂല. ഞാൻ ചോദിക്കുന്നു, അങ്ങനെ റഖീബ് അതീദിനെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോ കേൾക്കൂല എന്നല്ലേ പറഞ്ഞത്? അങ്ങനെ പ്രാർത്ഥിച്ച ഒരു മനുഷ്യന്റെ ശിർക്കിന്റെ പട്ടികയിൽ അവന്റെ ഏട് പരിശോധിക്കുമ്പോൾ ആ പ്രാർത്ഥന റഖീബ് അതീദ് രേഖപ്പെടുത്തിയിട്ടുണ്ടാകുമോ ഇല്ലയോ? ഫൈസൽ മൗലവി മറുപടി പറയണം കേട്ടാ. ഈ ഫൈസൽ മൗലവിനെ മാത്രം തെരഞ്ഞു പോണ്ട, അയാൾ ആ സംവാദമൊക്കെ കിടന്ന് കഴിഞ്ഞ് വന്നിക്കാണ്ട് വെള്ളം കുടിച്ച് കൗന്നടക്കിക്കാരം നീക്കാൻ വയ്യാതെ അവിടെ അതിന് പറ്റിയ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പോലും വന്നോളി, ഞങ്ങൾക്ക് വിരോധമല്ല കേട്ടോ. അയാളെ തന്നെ തെരഞ്ഞു പിടിച്ചു കൊണ്ടുവരണമെന്നില്ല. ഇതൊക്കെ കേട്ടിങ്ങനെ ഊറി കുലുങ്ങിച്ചിരിക്കണ പല ആൾക്കാരുണ്ടല്ലോ. ഞങ്ങൾ ഓരോട് പറഞ്ഞു, നിങ്ങൾ വരി, ഞാൻ ചോദിക്കുന്നു, റഖീബ് അതീദിനോട് പ്രാർത്ഥിച്ചാൽ കേൾക്കൂല എന്ന് പറഞ്ഞാൽ റഖീബ് അതീദ് ഏടിൽ പിന്നെ അതെങ്ങനെ രേഖപ്പെടുത്തും? റഖീബ് അതീദിനോട് പ്രാർത്ഥിക്കുന്നത് ശിർക്കാന്നല്ലേ നിങ്ങളെ വാദം? ലാ യുഗാദിറു സഗീറത്തൻ വലാ കബീറത്തൻ എന്ന് പറയുന്ന കിതാബിൽ ശിർക്ക് രേഖപ്പെടുത്താതെ പോയാൽ അത് പരിശുദ്ധ ഖുർആന് എതിരല്ലേ? അല്ലേ? ഫൈസൽ മൗലവിന്റെ ഒരു കണ്ടുപിടുത്തേ. പിന്നെ ഒരു സമാധാനമുണ്ട്. മൂക്കില്ല രാജ്യത്ത് മുറുമുക്കൻ രാജാവ് എന്ന് പറഞ്ഞാരി മുജാഹിദുകളുടെ കൂട്ടത്തിലായതുകൊണ്ട് ഇതൊക്കെ നടക്കും. ഇജാതി മണ്ടത്തരം ഫൈസൽ മൗലവി വളമ്പ്യാലും ശരി, നാളെ ഫേസ്ബുക്കിലിടും ഫൈസൽ മൗലവി മഹാസംവാദ വീരൻ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് സമി അല്ലാഹു ലിമൻ ഹമിദ എന്നൊക്കെ പറഞ്ഞിട്ട് നാളെ ചിലപ്പോ വരും.
ഫേസ്ബുക്കിൽ. മനസ്സിലായോ? എന്തേ പ്രശ്നം? വിജയാഘോഷമാണ്. എന്ത് വിജയ സുഹൃത്തുക്കളെ നിങ്ങൾ ആഘോഷിക്കണത്? മഹാമണ്ടത്തരം വിളമ്പിയിട്ടത് ആഘോഷിക്കേ. ഞങ്ങൾക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ. പണ്ട് കീലത്ത് മുഹമ്മദ് മാഷ് പറഞ്ഞ ഒരു വാചകം ഞാൻ ഓർക്കുകയാണ്. കീലത്ത് മുഹമ്മദ് മാഷ് എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ നോണ പറഞ്ഞോളി, നിങ്ങൾ നോണ പറഞ്ഞോളി, അതിന് വിരോധമൊന്നുമില്ല. കാരണം നിങ്ങളോട് നോണ പറയേണ്ട കാര്യം, നിങ്ങൾ നല്ലോണം നോണ അറിയും. പക്ഷേ നിങ്ങൾ എന്താക്കരുത്, ഇജ്ജാതി നോണ പറയരുത്. ഏത് നോണ? കുളത്തിൽ ചൂണ്ടലിട്ടിട്ട് അല്ലെങ്കിൽ കിണറ്റിൽ ചൂണ്ടലിട്ടിട്ട് പൊരിച്ചയിലിട്ടി എന്നൊന്നും നിങ്ങൾ പറയരുത് എന്നാ പറയുന്നത്. മനസ്സിലായേ? കിണറ്റിൽ ചൂണ്ടലിട്ടിട്ട് പൊരിച്ചയിലിട്ടി എന്ന് പറഞ്ഞാൽ എന്താ അപ്പൊ അതിന്റെ അവസ്ഥ? ആജാതി നോണെന്ന് എന്താക്കരുത് നിങ്ങൾ പറയരുത്. നിങ്ങൾ പരിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ ഉണ്ട് ഞങ്ങൾ പറയണത്. മനസ്സിലായോ? ഖുർആനിനെ ആളുകൾ തെറ്റിദ്ധരിച്ചാൽ ആരാണ് ഇതിന്റെ ഉത്തരവാദി? ഞാൻ ചോദിക്കുന്നു, ഖുർആനിനെ ആളുകൾ തെറ്റിദ്ധരിച്ചാൽ ആരാണ് അതിന്റെ ഉത്തരവാദി? സത്യത്തിൽ എന്താ അവിടെ സംഭവിച്ചത്? നിങ്ങൾക്ക് ഖുർആൻ എന്താണെന്നറിയില്ല, ഹദീസ് എന്താണെന്നറിയില്ല, ഷിർക്ക് എന്താണെന്നറിയില്ല, തൗഹീദ് എന്താണെന്നറിയില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താണെന്നറിയില്ല, മുഹമ്മദുർ റസൂലുള്ളാഹ് എന്താണെന്നറിയില്ല. അങ്ങനത്തെ ഇസ്ലാമിന്റെ അടിസ്ഥാന വിഷയവുമായി ബന്ധപ്പെട്ട ഒറ്റ കാര്യവും നിങ്ങൾക്കറിയില്ല. പിന്നെയല്ലേ ഫുറൂഇയാത്ത്? അടിസ്ഥാന വിഷയങ്ങൾ തന്നെ അറിയില്ല. പിന്നെയല്ലേ അനുബന്ധ വിഷയങ്ങൾ? ഈ അടിസ്ഥാന വിഷയങ്ങൾ ഒന്നും അറിയാത്ത നിങ്ങളാണ് ഇസ്ലാമിന്റെ ഇത്തരം ആശയങ്ങളെ അവതരിപ്പിക്കുന്നത്. ഞാൻ അവതരിപ്പിച്ചാൽ കണ്ണൊട്ടനോട് ചോദ്യം ചോദിച്ച മാതിരി ഉണ്ടാവും. നിങ്ങളോട് ചോദിച്ച് ദീൻ പഠിക്കാൻ നിന്നാൽ എന്താ? കണ്ണ് കാണാത്ത ഒരാളോട് ചോദിച്ചാലേ മോര് കുടിച്ചാൽ തൊണ്ടയിൽ കെട്ടുമോ? മനസ്സിലായില്ലേ? മോര് കുടിച്ചാൽ അത് തൊണ്ടയിൽ കെട്ടുമോ എന്ന് കണ്ണ് കാണാത്ത ഒരാളോട് ചോദിച്ചു. അപ്പൊ ഇയാള് പറഞ്ഞു, മോരോ? അതെന്താ സാധനം? ഞാനത് കണ്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞാലോ. അപ്പൊ വിശദീകരിച്ചു കൊടുത്ത്, അത് ഈ പാലുമാതിരി വെളുത്തിട്ടാണ് എന്ന് പറഞ്ഞാലോ. മോരെ അത് പാലുമാതിരി വെളുത്തിട്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഇയാള് ചോദിച്ചു, പാലോ? അതെന്താ സാധനം? ഞാൻ അതും കണ്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞാലോ. അപ്പൊ പിന്നെ ഒന്ന് പറഞ്ഞു കൊടുക്കല്ലോ, കണ്ണ് കാണാത്ത ആളല്ലേ, മൂപ്പരൊന്ന് ഹെൽപ്പ് ചെയ്യണല്ലോ. അപ്പൊ പറഞ്ഞു, അത് ഈ പാടത്തൊക്കെ ഉണ്ടാവുമല്ലോ കൊക്ക്, ആ കൊക്കിന്റെ മാതിരി വെളുത്തിട്ടൊരു സാധനമാണ് ഈ പാല് മോര് എന്നൊക്കെ പറഞ്ഞാല്. അപ്പൊ കണ്ണൊട്ടം പിന്നെയും പറഞ്ഞു, പടച്ചോനെ കൊക്കോ? അങ്ങനെ ഒരു സാധനം ഉണ്ടോ? ഞാനത് കണ്ടിട്ടില്ലല്ലോ. എങ്ങനെ ഈ കൊക്ക് എന്ന് ചോദിച്ചാൽ, അപ്പൊ ഈ ചോദ്യകർത്താവ് എന്താക്കി, ഈ കൈ ഇങ്ങനെ മടക്കി പിടിച്ചിട്ട് കൊക്കിന്റെ രീതിയിൽ ഈ കൈപ്പത്തി ഇങ്ങനെ താഴ്ത്തി പിടിച്ച് ഈ കൈയിന്റെ മുഴം മുതൽ ഇങ്ങനെ നീട്ടിപ്പിടിച്ചിട്ട് കാണിച്ചു കൊടുത്തു. ഇങ്ങനെയാണ് കൊക്ക് എന്ന് പറഞ്ഞാൽ. സുബ്ഹാനല്ലാഹ്. ഇതുണ്ട് കണ്ടപ്പോ ആ അന്ധൻ ഇങ്ങനെ തപ്പി നോക്കി ഈ കയ്യമ്മ കൂടി. എന്നിട്ട് ചോദിച്ചു, സുബ്ഹാനല്ലാഹ്, ഇത് കുടിച്ച തൊണ്ടേ കെട്ടൊന്ന് പറയാണ്ടോ എന്ന് ചോദിച്ചാലോ. ഇത് കുടിച്ചാൽ തൊണ്ടേ കെട്ടൊന്ന് പറഞ്ഞാ മതിയോ? അതാണ് മോര് കുടിച്ചാൽ തൊണ്ടേ കെട്ടുമോ എന്ന് ചോദിച്ചതിന് കണ്ണൊട്ടന്റെ മറുപടിയാ. ഇതേ മറുപടിയാണ് നമ്മളെ മുജാഹിദിനും പറയാണ്ടാകുക. ഏത്? തൗഹീദും ശിർക്കും പ്രാർത്ഥനയും ആരാധനയും ചോദിച്ചാല് മുജാഹിദിന് പറയാനുള്ള മറുപടി ഇതാണ്. കാരണം എന്താ? കണ്ണൊട്ടനെ പോലെയാണ്. മോരെന്താന്നറിയില്ല, പാലെന്താന്നറിയില്ല, അതേപോലെ തന്നെ തൈരെന്താണെന്നറിയില്ല, കൊക്കെന്താന്നറിയില്ല. അവസാനം പിന്നെ ആരെങ്കിലും ഒന്ന് കയ്യ് വളച്ച് കാണിച്ചു കൊടുക്കുന്നതാണ്. ഏതെങ്കിലും ഡോക്ടർ ഉസ്മാൻ കയ്യ് വളച്ച് കാണിച്ചു കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഏതൊരു ഉമ്മർ മൗലവി പേന വളച്ച് കാണിച്ചു കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു MCC മൗലവി പേന ഉന്തി കാണിച്ചു കൊടുത്തിട്ടുണ്ടാവും. ആ കാണിച്ചു കൊടുത്ത വളഞ്ഞേയും തിരിഞ്ഞേയും ഒക്കെ തപ്പി നോക്കിയിട്ട് പറയാ, പടച്ചോനെ ഇതാ ശിർക്കാകാതൊക്കെയാണോ? മനസ്സിലായോ? ഇതാണ് നമ്മളെ നാട്ടിലെ പുത്തൻ പ്രസ്ഥാനക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ സംവാദം തുടരി കേട്ടോ. നിങ്ങളെ സംവാദം ഞാൻ നടക്കട്ടെ. എന്നാണോ നിങ്ങളെ തൗഹീദ് തീരുമാനാകുക അന്ന് നിങ്ങളൊരു വിവരം തരും. കാരണം അതിന്റെ മുന്നപ്പങ്ങളൊപ്പം കൂടിയിട്ടൊരു കാര്യമില്ലല്ലോ. നിങ്ങളെന്നാ തിരുത്താന്നറിയില്ലോ. കഴിഞ്ഞ 90 കൊല്ലക്കാലം നിങ്ങൾ എവിടെയൊക്കെ തിരുത്തി? ഞാൻ ചോദിക്കുന്നു, അള്ളാഹുവിനെ 6 തവണ നിങ്ങൾ തിരുത്തിയില്ലേ? അള്ളാഹുവിനെ തന്നെ 6 തവണ നിങ്ങൾ തിരുത്തി. മാത്രമല്ല ശിർക്കും തൗഹീദും കൂട്ടിച്ചേർത്തുകൊണ്ടും അതിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ടും നിർവചനം മാറ്റി പറഞ്ഞുകൊണ്ടും മാനദണ്ഡങ്ങൾക്ക് മാറ്റം വരുത്തിക്കൊണ്ടും നിങ്ങൾ ആ പരിശുദ്ധ ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളെപ്പോലും തിരുത്തി പറഞ്ഞു. നിങ്ങളെ ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും? ഞങ്ങൾ ഏതാനും വിശ്വസിക്കൂല, പോട്ടെ. ഈ സമുദായത്തിലെ പാവപ്പെട്ടവർ നിങ്ങൾ എങ്ങനെ വിശ്വസിക്കും? പിന്നെ വേറൊന്നുണ്ട്. ഞാൻ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച എന്റെ നാട്ടിന്റെ അടുത്തൊരു സ്ഥലത്ത് ചെന്നപ്പോ എന്റെ പഴയ ഒരു പരിചയക്കാരനെ കണ്ടു. കുറെ കാലം മുന്നേ കണ്ടതാവനെ. അപ്പോ ഞാന് ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ ഇവന്റെ ഒരു മുജാഹിദ് മദ്രസന്റെ മുന്നിലാണ് നിൽക്കുന്നത്. ഞാൻ അവിടെ ഒരു സാധനം വാങ്ങാൻ കടയ്ക്ക് പോയതാണ്. അപ്പൊ അവിടെ ഒരു മുജാഹിദ് മദ്രസ ഉണ്ട്. അതിന്റെ മുന്നിൽ ഇപ്പൊ അങ്ങ് നിൽക്കണം. ഞാൻ ചോദിച്ചു, എന്താ അവിടെ ചോദിച്ചു. എന്റെ
കുട്ടി ഇവിടെ പഠിക്കുന്നുണ്ടോ? ഞാൻ ചോദിച്ചു ഇവിടെ ഇവിടെ എന്റെ കുട്ടി പഠിക്കുക, എന്താ ഇവിടെ പഠിക്കണെന്ന് ചോദിച്ചു. അപ്പൊ എന്നോട് അല്ല ഞാൻ ഇവിടെ ഉണ്ട് ചേർത്താ വിചാരിച്ചതെന്നാണ്. അല്ല അങ്ങനെ വിചാരിക്കാൻ പറ്റുമല്ലോ, കുട്ടികളെ കൊടുന്ന് ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ ചേർക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞെന്താ നിങ്ങള് 9 കൊല്ലം ഞാൻ പഠിച്ചിട്ട് ഫാത്തിഹന്റെ അർത്ഥം പഠിച്ചിട്ടില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി ഓന്റെ കുട്ടിനെ ഇവിടെ തന്നെ എന്നെ ചേർത്തേണ്ടതെന്ന്. കാരണം 9 കൊല്ലം പഠിച്ചിട്ട് ഫാത്തിഹന്റെ അർത്ഥം പഠിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഓന്റെ തല ഏത് ഫാക്ടറിയിൽ ഉണ്ടാക്കിയത് അക്കള ആലോചിച്ച് നോക്കി. പിന്നെ ഓന്റെ കുട്ടി അവിടെ അല്ലാതെ എവിടെ എത്തുക? 9 കൊല്ലം പഠിച്ചിട്ട് ഫാത്തിഹന്റെ അർത്ഥം പഠിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഓന്റെ തല ഏത് തല കൊണ്ടുണ്ടാക്കി ഏത് കമ്പനിയിൽ ഉണ്ടാക്കിയതാ? എന്ത് സാധനം കൊണ്ടാ തലച്ചോറ് പറിച്ചുള്ളത്? പിന്നെ ഓന്റെ കുട്ടി മുജാഹിദ് മദ്രസിലല്ലാതെ വേറെ ഏത് മദ്രസിലെത്തുക? അതിന്റെ കേട്ടപ്പോ എന്റെ മുഴുവൻ സംശയം പോയി. 9 കൊല്ലം പഠിച്ചിട്ട് ഫാത്തിഹന്റെ അർത്ഥം കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോഴേ എല്ലാം പോയി, എല്ലാ ഇസ്കാലിലും പോയി. മെയ്ഡ് ഇൻ ചൈന എന്നല്ല സുഹൃത്തെ, ചൈനയൊക്കെ സാധനം സൂപ്പറാ കേട്ടോ. ഇത് വേറെ എവിടെയാണ്, മെയ്ഡ് ഇൻ കേരള എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതാവട്ടെ. പിന്നെ അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാല്, അടിസ്ഥാനപരമായി അഭിപ്രായ വ്യത്യാസങ്ങൾ മുസ്ലിം ഉമ്മത്തിൽ ഇല്ലാത്ത വിഷയങ്ങളിൽ പോലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കിയിട്ട് ഈ പ്രസ്ഥാനത്തെ ശിഥിലീകരിക്കാനുള്ള മനഃപൂർവ്വ ശ്രമം അത് മാത്രമാണ് പുത്തൻ പ്രസ്ഥാനക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഈ നടത്തുന്ന വാദപ്രതിവാദങ്ങൾ, നിങ്ങൾ ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന സംവാദങ്ങൾ, നിങ്ങൾ ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന ചർച്ചകൾ, ഞങ്ങൾ ചോദിക്കുന്നു, നിങ്ങൾക്ക് അല്പമെങ്കിലും ആ വിഷയത്തിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഫൈസൽ മൗലവിയുടെ ഗ്രൂപ്പായാലും വേണ്ടില്ല, സാക്ഷാൽ അബ്ദുറഹ്മാൻ സലഫിയുടെ ഗ്രൂപ്പായാലും വേണ്ടില്ല, നിങ്ങളെ 2 കൂട്ടരുടെയും വാദം തെളിയിക്കാനുള്ള തന്റെ ഇടമുണ്ടെങ്കിൽ സുന്നി ഗ്ലോബൽ വോയിസിലേക്ക് ഒന്ന് വന്നു നോക്കൂ. ഇൻഷാ അല്ലാഹ് നമുക്കൊരു മാന്യമായ ചർച്ച നടത്തി നോക്കാം. ഞാൻ ഒറ്റ കാര്യം കൂടി പറയട്ടെ. സക്കരിയ സലാഹിയും കൂട്ടരും അവസാനം ഗവേഷണം നടത്തി കണ്ടുപിടിച്ചു. സക്കരിയ മൗലവി കൂട്ടര് എന്ന് പറഞ്ഞാൽ അക്കൂട്ടത്തിൽപ്പെട്ട ആളാണ് ഫൈസൽ മൗലവി. ആ കണ്ടുപിടിച്ചൊരു മഹാത്ഭുതമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. റഖീബ് അത്തീദിനെ എല്ലാം കേൾക്കും, പക്ഷെ പ്രാർത്ഥിച്ചാ കേൾക്കൂല എന്ന് പറഞ്ഞത് അതൊരു മഹാത്ഭുത. അങ്ങനെ കണ്ടുപിടിച്ചതിന്റെ കൂട്ടത്തില് സക്കരിയ മൗലവിയും മുജാഹിദ് ബാലുശ്ശേരിയും അതുപോലെ തന്നെ ഇപ്പറഞ്ഞ ഫൈസൽ മൗലവി എല്ലാരും കൂടിയിട്ട് കണ്ടുപിടിച്ചു പുതിയൊരാശയം. എന്താ കണ്ടുപിടിച്ചത്? ജിന്നുകളോട് സഹായം തേടാൻ പാടില്ല എന്ന് തന്നെ ഞങ്ങൾ പറയണത്, പക്ഷെ സഹായം തേടിയ ശിർക്കല്ല. എന്താ അങ്ങനെ? അതിന് തെളിവ് പറഞ്ഞ എന്താ നിങ്ങള്? അതിന് തെളിവ് എന്താ അറിയോ? അതിലെ തെളിവ് പഴയകാല ഇമാമിയങ്ങളൊക്കെ അങ്ങനെ തേടിക്കണെന്നാ. അത് ശരി. അപ്പൊ പഴയകാല ഇമാമിങ്ങൾക്ക് ചെയ്യാൻ പാടില്ലാത്ത പണി ചെയ്യണ പണിയില്ലേ? നല്ല കണ്ടെത്തല്. നിങ്ങൾ കുറച്ച് ആൾക്കാരുണ്ട് പാടുള്ള പണി മാത്രം ചെയ്യണേ. ജീവിതത്തിൽ കറാഹത്ത് പോലും ചെയ്യാത്ത മഹാന്മാര് നിങ്ങൾ പറഞ്ഞ ഹറാമ് ചെയ്തു എന്നാ നിങ്ങൾ പറയണത് അല്ലേ? ചോദിക്കട്ടോ, അത് ഹറാമാന്നുള്ളതിന് പരിശുദ്ധ ഖുർആൻ എന്നൊരു വാചകം ഉന്നയിക്കാൻ നിങ്ങൾക്ക് സാധിക്കും? ഒറ്റ ആയത്ത് അത് ഹറാമാണെന്നുള്ളതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നിന്ന് ഒറ്റ വാചകം ഉന്നയിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ജിന്നിനോട് ചോദിക്കല് ഹറാമാന്ന് പറയാന് അല്ലേ? എന്നിട്ട് നിങ്ങൾ തന്നെ സ്വന്തം മെനഞ്ഞുണ്ടാക്കുക, ജിന്നിനോട് ചോദിക്കുന്നത് ഹറാമാണ്. ആര് പറഞ്ഞു ഹറാമാണ്? അതിന് തെളിവുണ്ടെങ്കിൽ പറയും. എന്നിട്ട് ആയത്ത് കൂടെ ഓതുന്നുണ്ട്, വലാ തഖൂലു. എന്താണ് ആയത്ത്? പിന്നെ മാ തസിഫു അൽസിനത്തുക്കും ഹാദാ ഹറാമൻ വഹാദാ ഹലാൽ. അല്ലേ? നിങ്ങൾക്ക് തോന്നുന്നത് പോലെ നിങ്ങൾ എന്ത് പറയരുത്, ഇത് ഹറാമാണ് ഇത് ഹലാലാണെന്ന് പറയരുത്. അത് അള്ളാഹുവിന്റെ വിധിയാണ്, അതിൽ തോന്നുന്നത് പോലെ പറയാൻ നമുക്ക് അധികാരമില്ല എന്ന ആയത്ത് ഓതിയ അതേ ശ്വാസത്തിൽ സക്കരിയ സലാഹി എന്ന മൗലവി പറയുന്നു ജിന്നുകളോട് ചോദിക്കൽ ഹറാമാണ് എന്ന്. അങ്ങനെ ഒരു തെളിവും പ്രമാണവും ഇല്ലാതെ അള്ളാഹുവിന്റെ ഹുക്കുമിൽ സ്വന്തമായ അഭിപ്രായം പറയാൻ സക്കരിയ മൗലവിക്ക് എവിടുന്ന് തെളിവിട്ട് ഞങ്ങൾ ചോദിക്കുകയാണ്. രണ്ടാമത്തെ ഒരു വിഷയം, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത് ശിർക്കാന്ന് പറയാത്തത്? നിങ്ങൾ എന്തുകൊണ്ടാണ് ജിന്നിനോട് ചോദിക്കൽ ശിർക്കാന്ന് കഴിഞ്ഞ കാലത്ത് നിങ്ങൾ പറഞ്ഞിരുന്നല്ലോ? കാണാത്ത ആരോട് ചോദിച്ചാലും ശിർക്കാന്നല്ലേ നിങ്ങൾ പറഞ്ഞിരുന്നത്? ഞാൻ ചോദിക്കുന്നു, ഇപ്പൊ നിങ്ങൾ തിരുത്തിയിട്ട് ജിന്നിനോട് ചോദിച്ചാൽ ശിർക്കാവൂല എന്ന് പറഞ്ഞത്? ഇമാമിങ്ങൾ അത് ചെയ്തിട്ടുണ്ട്. ഇമാമിങ്ങളെ നരകത്തിലാക്കിയിട്ട് സ്വർഗത്ത് പോകാൻ നമ്മളില്ല എന്നാണ് സക്കരിയ മൗലവിന്റെ തലയിലുദിച്ച പുതിയ വാദം അല്ലേ? ഞാൻ ചോദിക്കുന്നു, ഈ ഇമാമിങ്ങൾ ഹറാമ് ചെയ്യുന്നവരാണോ? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഈ ഇമാമിങ്ങൾ ചെയ്തത് കൊണ്ട് അത് ശിർക്കല്ല എന്ന് നിങ്ങൾ കണ്ടെത്തുന്നുവെങ്കിൽ ഇതേ ഇമാമിങ്ങൾ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇസ്തിഗാസ നടത്തിയവരും നടത്താൻ പഠിപ്പിച്ചവരുമല്ലേ? അത് ശിർക്കാണെന്ന് നിങ്ങൾ കണ്ടെത്തുന്നത് എങ്ങനെയാണ്? രണ്ടാമത്തെ ചോദ്യം, തറക്കൊങ്ങി പറഞ്ഞോ?
മറുപടി ഉണ്ടെങ്കിൽ പറഞ്ഞോ. രണ്ടാമത്തെ ചോദ്യം. ഈ 2 ചോദ്യം ഇവിടെ ബാക്കിയുണ്ട്. ഞാൻ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ സംസാരിക്കുന്ന ഒരു അവസരത്തിൽ നമ്മുടെ ക്ലാസ് റൂമിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇസ്തിഗാസ നടത്തുന്നത്, അമ്പിയാക്കളോടും മൗലിയാക്കളോടും മഹാന്മാരോടും ഇസ്തിഗാസ നടത്തുന്നത്, സഹായം തേടുന്നത് ശിർക്കല്ല എന്ന് പഠിപ്പിക്കുന്ന, അങ്ങനെ തേടണം എന്ന് പഠിപ്പിക്കുന്ന 33 ഇമാമിയങ്ങളെ അവരുടെ കിതാബുകൾ സഹിതം ഞാൻ ഇവിടെ ഉദ്ധരിച്ചിരുന്നു. ആ ഇമാമിയങ്ങൾ ഇപ്പോഴും എന്റെ കയ്യിലുണ്ട്. അത് സാമ്പിളാണ് 33. ഞാൻ അന്നും പറഞ്ഞിരുന്നു അത് സാമ്പിളാ. ഞാൻ ചോദിക്കുന്നു, ഇവിടെ എങ്ങനെ ഇമാമിങ്ങൾക്ക് ശിർക്ക് പറ്റി നിങ്ങൾ പറയാ? ഇമാമിങ്ങൾ എന്ന് പറഞ്ഞാൽ ശിർക്കും തൗഹീദും തിരിയാത്തവരാണോ? അപ്പൊ വഹാബികളെ, നിങ്ങൾക്കാണ് പിഴവ് സംഭവിച്ചത്, നിങ്ങൾക്കാണ് തെറ്റിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വേർതിരിച്ചു മനസ്സിലാക്കി തന്ന ശിർക്കിലും തൗഹീദിലും അങ്ങനെ ഇല്ല. ഞാൻ ഒറ്റ കാര്യം പറയട്ടെ, ഇനി അങ്ങനെ ഉണ്ട്, നിങ്ങൾ പറയുന്നതാണ് ശരി എന്ന് സങ്കല്പിച്ചാൽ, നിങ്ങൾ പറയുന്നത് വിഷമം വരുമ്പോ അള്ളാഹുവിനോടെ ചോദിക്കാവൂ, വേറെ ആരോട് ചോദിക്കാൻ പാടില്ല എന്നാ. ഞങ്ങൾ പറയും എന്താണെന്നറിയുങ്ങള്, വിഷമം വന്നാലും ശരി വന്നിട്ടില്ലെങ്കിലും ശരി എല്ലാ സമയത്തും ഒരു വിഷയത്തിന്റെ സൃഷ്ടാവ് എന്നും അതിന്റെ അടിസ്ഥാന ദാതാവ് എന്നും യഥാർത്ഥ ഉടമയെന്നും ആരാധിക്കപ്പെടാൻ അർഹനെന്നും എന്ന നിലക്ക് അള്ളാഹുവിനോട് മാത്രമേ ചോദിക്കാവൂ, വേറെ ആരോടും ചോദിക്കാൻ പാടില്ല. അങ്ങനെ അള്ളാഹുവിനെ മാത്രമേ കാണാവൂ, വേറെ ആരെയും കാണാൻ പാടില്ല. ഇതാണ് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം. അതേ സ്ഥാനത്ത് ഒരു വിഷയത്തിന്റെ യഥാർത്ഥ സൃഷ്ടാവും അതിന്റെ യജമാനനും യഥാർത്ഥ ഉടമയും അല്ലാഹു സുബ്ഹാനഹു വ തആലയാണെന്ന് അംഗീകരിച്ചുകൊണ്ട് തന്നെ, അത് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് തന്നെ, അതിന്റെ കാരണക്കാരൻ എന്ന നിലക്ക് അള്ളാഹു നിശ്ചയിച്ച കാരണങ്ങളോട് ചോദിക്കുന്നത് അത് ശിർക്കിന്റെ പട്ടികയിൽ പെടില്ല. അത് ഇസ്ലാം പഠിപ്പിച്ച രീതിയാണ് എന്നതാണ് സുന്നത്തി ജമാഅത്തിന്റെ ആശയം. ഈ 2 ആശയവും തമ്മിലാണ് കൊല്ലങ്ങളായി ഇവിടെ സംവാദങ്ങളും ഏറ്റുമുട്ടലുകളും ഒക്കെ നടക്കുന്നത്. ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ, ഈ സംവാദങ്ങളും ഏറ്റുമുട്ടലുകളും കണ്ടിട്ട് മുജാഹിദ് നേതാക്കന്മാരുടെ വായിലൂടെ വല്ലതും വന്നാൽ അത് അണ്ണാക്കിൽ തൊടാതെ വിഴുങ്ങുന്ന ഇവിടുത്തെ സാധാരണക്കാരായ, എന്ന് പറഞ്ഞാൽ കുട്ടികളായ ചില മൗലവിമാരും സാധാരണ പ്രവർത്തകരായ മുജാഹിദുകളും അത് കേട്ടിട്ട് ഫേസ്ബുക്കിലും മറ്റൊക്കെ അല്ലാഹു അക്ബർ സമി അല്ലാഹു ലിമൻ ഹമിദാന്ന് പറഞ്ഞ് കമന്റ് അടിക്കുന്ന ചില ആളുകളുണ്ടല്ലോ. ഞങ്ങൾ അവരോടൊക്കെ ചിന്തിക്കാൻ വേണ്ടി, നിങ്ങൾ ചിന്തിക്കാനാണ് ചോദിക്കുന്നത്. അതുപോലെ തന്നെ മുജാഹിദ് പറയുന്നതിൽ സത്യമുണ്ടോ എന്ന് ശങ്കിക്കുന്ന സാധാരണക്കാരായ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ആലോചിക്കാൻ വേണ്ടി ഞാനൊരൊറ്റ കാര്യം നിങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് എന്റെ സംസാരം അവസാനിപ്പിക്കും. ഇത് കഴിഞ്ഞാൽ ചോദ്യം ചോദിക്കാനുള്ള ആളുകൾക്ക് വരിയായി വരാം. ഉസ്താദുമാരുടെ നിരയായി നിൽപ്പുണ്ട് കേട്ടോ. അവിടെ ഇൻഷാ അല്ലാഹ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചോദിക്കുകയാണെങ്കിൽ വന്നോളി, നമുക്ക് ചർച്ച നടത്താം. അതിനിടയ്ക്ക് ഞാൻ ഒറ്റ കാര്യം ചിന്തിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതെന്താണത്? നിങ്ങൾ ഓർത്തു നോക്ക്. ഈ ശിർക്കും തൗഹീദും വിഷമഘട്ടത്തിൽ അള്ളാഹുവിനോട് ചോദിച്ചാല് അതേ തൗഹീദുള്ളൂ, വേറെ ആരോടെങ്കിലും ചോദിച്ചാൽ അത് ശിർക്കാന്ന് മുജാഹിദിന്റെ ഭാഷ. ഞാൻ ഒറ്റ കാര്യം പറയുന്നു, സംവാദം എത്ര നടന്നാലും തീരുമാനമായാലും തീരുമാനമായിട്ടില്ലെങ്കിലും മരിക്കുന്നതോടുകൂടി തീരുമാനമാകുമല്ലോ, ഉറപ്പല്ലേ? അല്ലെ സുഹൃത്തുക്കളെ? ഞങ്ങളാണ് മരിച്ചു നിൽക്കട്ടെ. മരിച്ചപ്പോ ഒരാൾക്ക് മനസ്സിലായി, പടച്ചോനെ ഞാനാ പറഞ്ഞൊക്കെ ശിർക്കയിന്നല്ലോ, ഇപ്പൊ അതിന്റെ ബുദ്ധിമുട്ട് ഞാൻ അനുഭവിക്കുകയുള്ളൂ, ഇനി ഒരിക്കലും ഞാൻ അമ്മാതിരി ശിർക്കിന്റെ ജീവിതത്തിൽ ഉണ്ടാവൂല എന്ന് ഖബർക്കെത്തുമ്പോ ബോധം വരൂലേ? അങ്ങനെ ശിർക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തൗഹീദിലാണെങ്കിൽ അതിന്റെ സുഖവും ഖബർക്കെത്തും പറയില്ലേ? അപ്പൊ പ്രശ്നഘട്ടങ്ങളിൽ, പ്രയാസഘട്ടങ്ങളിൽ, ബുദ്ധിമുട്ടുണ്ടാകുന്ന സന്ദർഭങ്ങളിൽ അള്ളാഹുവിനോട് ചോദിക്കുന്നതിന് പകരം മഹാന്മാരെ സമീപിക്കുന്നതും അവരോട് ചോദിക്കുന്നതും ശിർക്കാണെങ്കിൽ ആ ശിർക്ക് ഖബറിലെത്തിയാൽ ബോധ്യപ്പെടാത്തവരുണ്ടാകൂല. ഇതെല്ലാവരും സമ്മതിക്കും അല്ലെ? നിങ്ങളൊക്കെ സമ്മതിക്കണില്ലേ? ഈ പറഞ്ഞതെല്ലാവരും സമ്മതിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാണ്ടെങ്കിൽ ഇതിന്റെ ബാക്കി ഞാൻ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. ഇനി കുറയാണ്ട് പറഞ്ഞിട്ട് ഇപ്പൊ എവിടെ എത്തിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല അല്ലെ? ശിർക്കും തൗഹീദും എന്തായാലും മരിച്ചാൽ തീരുമാനാകുമല്ലോ. മരിച്ചതിന്റെ ശേഷം എല്ലാവർക്കും അറിയാലോ ഞാൻ ശിർക്ക് ചെയ്യുന്നോ തൗഹീദ് ചെയ്യുന്നോ എന്നൊക്കെ. ആയിക്കോട്ടെ, തീരുമാനാകും. അതെ, എല്ലാവരും എസ് അടിക്കുന്നുണ്ട്, തീരുമാനമായി പോകട്ടെ. ഖബറിൽ കുറെ കാലം കിടന്ന് അവിടുന്ന് അങ്ങനെ മുജാഹിദ് പറഞ്ഞ പോലെയാണെങ്കിൽ ഖബർ കിടന്നപ്പോഴാ തിരിഞ്ഞ് പടച്ചോനെ നമ്മൾ കുത്തിബിയെ തോന്നിയതൊക്കെ ആകെ ശിർക്കാണല്ലോ, റസൂലുള്ളാഹിനെ വിളിച്ചത് ശിർക്കാണല്ലോ, മഹാന്മാരെ വിളിച്ചത് ശിർക്കാണല്ലോ. കാരണം ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് ഓരോന്നും വിളിക്കാൻ പാടില്ലല്ലോ, വിളിക്കേണ്ടത് അള്ളാനെ മാത്രമെന്നല്ലേ മുജാഹിദ് പറഞ്ഞത്. അത് കേൾക്കാതെ നമ്മൾ ഇങ്ങനെ പോയതുകൊണ്ടല്ലേ ഇപ്പൊ ഈ ഇടങ്ങേറിപ്പെട്ടത് എന്ന് ഖബറിൽ കിടന്നിട്ട് ചിന്തിക്കണം ഒരാൾ. നമ്മൾ ആലോചിച്ച് നോക്കി, ഖബറിന്റെ ജീവിതം കഴിഞ്ഞ് ഖിയാമത്ത് നാൾ വന്ന് എല്ലാവരും മഹ്ശറിൽ ഒരുമിച്ച് കൂടി. ആ ഘട്ടത്തിൽ ആദ്യത്തെ പണി എന്താ? മഹ്ശറിൽ കൂടിയിട്ട് ഇന്നത്തെ പണി
ഓടുകയാണ്. എവിടുക്ക? ഭയങ്കര പ്രയാസമുള്ള ഘട്ടം. ദുനിയാവിലെ കടം കുടുങ്ങിയ പ്രയാസമല്ല, ഇവിടുത്തെ രോഗത്തിന്റെ പ്രയാസമല്ല, ഇവിടുത്തെ ഏതെങ്കിലും കുട്ടിക്ക് കല്യാണം ശരിയാകാത്ത പ്രയാസമല്ല, ഇവിടുത്തെ വിസ ശരിയാകാത്ത പ്രയാസമല്ല. ഏതാ പ്രയാസം? അവിടെ മഹ്ശറില് ആ ചുട്ടുപൊള്ളുന്ന വെയിലത്ത് ഭൂമിയിൽ നിന്ന് 9,29,00,000 മൈലുകൾക്കപ്പുറത്ത് നിൽക്കുന്ന സൂര്യൻ 1 മൈൽ മാത്രം ഉയരത്തിൽ ഉദിച്ചു നിൽക്കുന്ന ആ കത്തിജ്വലിക്കുന്ന സൂര്യന്റെ താഴെ വിയർത്ത് കുളിച്ച് വിഷമിച്ച് തണലില്ലാതെ നിൽക്കുന്ന മനുഷ്യൻ. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും നാളെ അവിടെ അർശിന്റെ തണൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ വെയിലത്ത് നിൽക്കുമ്പോ ഈ പ്രയാസകരമായൊരു ഘട്ടത്തെ അതിജീവിക്കാൻ എന്ത് ചെയ്യണം? ദുനിയാവിൽ നിന്ന് പ്രയാസം വന്നപ്പോ എന്താ ചെയ്തത്? മഹാന്മാരെ വിളിച്ച് സഹായം തേടി, മഹാന്മാരെ സമീപിച്ചു പറഞ്ഞു. അള്ളാഹുവിനോട് പറഞ്ഞില്ല. അങ്ങനെ പറഞ്ഞതിന്റെ പേരിൽ, അള്ളാഹുവിനോട് പറയാതെ മഹാന്മാരോട് പറഞ്ഞതിന്റെ പേരിൽ ഞാനിതാ ഖബറിൽ അങ്ങേയറ്റം ശിക്ഷിക്കപ്പെട്ടു. അതുകൊണ്ട് പരലോകത്ത് ഞാനിതാ പെരുംകുടുക്കിലാണ് ഇപ്പൊ കുടുങ്ങിയിട്ടുള്ളത്. ഈ സങ്കീർണമായ സാഹചര്യത്തിലും ഞാൻ മഹാന്മാരോട് പറയാൻ പോയാൽ എനിക്കതിലും വലിയ അപകടമല്ലേ സംഭവിക്കുക? അതുകൊണ്ട് എന്റെ ഖബറിൽ നിന്ന് ഞാൻ പാഠം പഠിച്ചതല്ലേ, മഹാന്മാരോടല്ല ചോദിക്കേണ്ടത് അള്ളാനോടാണ് എന്ന്. അതുകൊണ്ട് ഞാൻ അള്ളാനോട് നേരിട്ട് പറയട്ടെ എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു മുജാഹിദ് അള്ളാന്റെ അടുത്തേക്ക് നേരിട്ട് പോവോ? ഞങ്ങൾ സുന്യാള, ഞങ്ങൾ ദുന്യാവിന് പഠിച്ചത് അള്ളാഹുവിനോട് നേരിട്ട് പറയുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടും മറ്റു മഹാന്മാരോടും ഇസ്തിഗാസ ചെയ്തുകൊണ്ട് അള്ളാഹുവിനോടൊരു കാര്യം ആവശ്യപ്പെടുന്നതും തൗഹീദിന്റെ വഴിയാണെന്ന് പഠിച്ചു വെച്ച ഞങ്ങള് ഖബറിൽ കടക്കുമ്പോ അതിന്റെ സുഖം അനുഭവിച്ചു കാണും. ആ സുഖം തീർച്ചയായും അനുഭവിക്കുന്നത് കൊണ്ട് തന്നെ നാളെ പരലോകത്ത് ഈ സങ്കീർണമായ സാഹചര്യം വരുമ്പോ അള്ളാഹുവിന്റെ മുന്നിലേക്കല്ല ഞങ്ങൾ നേരിട്ട് ഓടുക. ഞങ്ങൾ ആരടുത്തേക്കാ ഓടുക? മഹാന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ ആദ്യ പിതാവായ ആദം നബി അലൈഹി സ്വലാമിന്റെ അടുത്തേക്കാ ഓടുക. ഞങ്ങൾ പറയും, ആദം നബിയെ ഞങ്ങൾ പേരും കൊടുക്കലാണുള്ളത്, നിങ്ങൾ ഞങ്ങളൊന്ന് സലാമത്താക്കി തരണം. അപ്പൊ ഉമ്മർ മൗലവി അൽമനാറുമായിട്ട് അവിടെ വരുമോ? ഞങ്ങൾ ചോദിക്കാണ്, സക്കരിയ മൗലവി ഇസ്ലാഹുമായിട്ട് വരുമോ? ഉമർ മൗലവിന്റെ സൽസബീൽ ഉണ്ടാവോ? കെ എം മൗലവിന്റെ അൽമനാർ ഉണ്ടാവോ? റഷീദിൽ വന്ന 10 വെയിറ്റുകൾ വരുമോ? സക്കരിയ വന്ന് കൂക്കോ? ഞങ്ങൾ ചോദ്യം ചോദിക്കട്ടെ. ഈ ഫൈസൽ മൗലവി വന്നിട്ട് അവിടെ സംവാദം നടത്താൻ വരുമോ? എന്താ സുന്യാളെ നിങ്ങൾ കാട്ടണത്? ആഖിറത്തിലും ഖുറാഫിത്തരാണോ എന്ന് ചോദിക്കോ? ഇല്ല. ഞങ്ങൾക്കതാ പറഞ്ഞത്, ഞങ്ങൾക്ക് ദുനിയാവിലും തൗഹീദ്, ആഖിറത്തിലും തൗഹീദ്. പ്രയാസമുള്ള ഘട്ടത്തിൽ അള്ളാഹുവിനോട് ചോദിക്കണമെന്ന് പഠിപ്പിച്ചാൽ അത് ഏത് വീക്ഷണത്തിലുള്ള ചോദ്യമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുമ്പോൾ അതേത് ചോദ്യമാണ്, അതേത് വീക്ഷണത്തിലുള്ള ചോദ്യമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പരലോകത്ത് ആദം നബിന്റെ അടുത്തേക്ക് പോകും. ആദം നബി അലൈഹിസ്സലാം ഞങ്ങളെ മടക്കി അയക്കും. ആദം നബി പറയും, എന്താ അങ്ങേമാരെ, നിങ്ങൾ ദുന്യാവിൽ എത്ര കാലം ജീവിച്ചതാ? എന്നിട്ട് അവിടെ നിന്ന് നിങ്ങൾ ശിർക്കന്മാര്, എന്നിട്ട് ഖബറിൽ നിങ്ങൾ ഇതിന്റെ ഫലം എന്ന് പറഞ്ഞില്ലേ, ഇനി ഇവിടെ നിങ്ങൾ ശിർക്കിക്ക് വന്നിക്കുക എന്ന് ആദം നബി ചോദിക്കോ? ആദം നബി അലൈഹി സ്വലാം അങ്ങനെ ചോദിക്കൂല. ആദം നബി എന്താ പറയാ? നിങ്ങൾ വന്നതൊക്കെ നല്ല വരവന്നെയാണ്, അതിനൊന്നും കുഴപ്പമില്ല, പക്ഷേ ഞാൻ അതിന് അർഹനല്ല. നിങ്ങൾ അള്ളഹാനോട് പറയുന്നല്ല ആദം നബി പറയണത്. ആദം നബി എന്താ പറയണത്? നിങ്ങൾ ഇദ്ഹബൂ നൂഹൻ, നിങ്ങൾ നൂഹ് നബി അലൈഹി സ്വലാമിന്റെ അടുത്ത് പോയിട്ട് ഇസ്തിഗാസ ചെയ്യൂ. അല്ലാതെ അള്ളഹാനോട് പറയുന്നല്ല. ആഖിറത്തിലും ഇസ്തിഗാസ. നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ സങ്കടം, ഇദ്ഹബൂ ഇബ്രാഹിമ, നിങ്ങൾ അള്ളഹാനോട് നേരിട്ട് പറയുന്നില്ല, നിങ്ങൾ ഇബ്രാഹിം നബിന്റെ അരികിലേക്ക് പോകുന്നതാണ് അടുത്ത നബി പറയുന്നത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം സങ്കടം പറഞ്ഞിട്ട് പറയുന്നു, ഇദ്ഹബൂ മൂസ ഫഇന്നഹു കലീമുല്ലാഹ്, നിങ്ങൾ മൂസാ നബിന്റെ അടുത്തേക്ക് പോയി നോക്കി, മൂസാ നബി അല്ലേ അള്ളാന്റെ കലീമ്. മൂസാ നബി പറയുന്നു, നിങ്ങൾ ഈസാ നബിന്റെ അടുക്കലേക്ക് പോയി, ഇദ്ഹബൂ ഈസാ ഫഇന്നഹു റൂഹുല്ലാഹ്, അള്ളാഹുവിന്റെ റൂഹും കലിമത്തുമായ ഈസാ നബി അലൈഹി ഇസ്ലാം അവിടെ ഉണ്ടല്ലോ, നിങ്ങൾ ചെന്നോക്കൂ എന്ന് പറയും. ഈസാ നബി അലൈഹി ഇസ്ലാമോ, ഇദ്ഹബൂ മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങള് ഞങ്ങളെ എല്ലാവരുടെയും നേതാവായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപിക്കൂ എന്ന് പറഞ്ഞ് ലോകത്ത് ഭൂമിയിൽ വന്നിട്ട് ശിർക്കും തൗഹീദും വേർതിരിച്ച് ശിർക്കിനെ മാറ്റി നിർത്തി തൗഹീദിനെ പഠിപ്പിക്കാൻ വേണ്ടി 950 കൊല്ലം പ്രബോധന പ്രവർത്തനം നടത്തിയ നൂഹ് നബി അലൈഹിസ്സലാം മുതൽ ഈ തൗഹീദ് പഠിപ്പിച്ചതിന്റെ പേരിൽ നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിൽ കിടക്കേണ്ടി വന്ന ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം മുതൽ
അങ്ങനെ തുടങ്ങി മുഴുവൻ അമ്പിയാക്കളും അവിടെ പ്രേരിപ്പിക്കുന്നത് ഇസ്തിഗാസ ചെയ്യാനാണ്. നിങ്ങൾ അള്ളാഹിനോട് നേരിട്ട് ചോദിച്ചോളി എന്നല്ല പറയുന്നത്. നിങ്ങൾ അടുത്ത നബിയുടെ അടുക്കലേക്ക് പോ, ആ നബിയെ സമീപിക്ക്, ഈ നബിയെ സമീപിക്ക് എന്ന് പറഞ്ഞ് മഹാന്മാരുടെ അടുക്കലേക്ക് പറഞ്ഞേക്കുകയാണ്. എന്നാൽ ലോകത്ത് ശിർക്കിന്റെയും തൗഹീദിന്റെയും പഠനത്തിന്, പ്രവാചകത്വത്തിൽ ഊന്നി നിന്നുള്ള പഠനത്തിന് നാന്ദി കുറിച്ച ബഹുമാനപ്പെട്ട മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് അവസാനം പറയുന്നത് എന്താണ്? അനലഹ, നിങ്ങൾ എന്റെ അടുത്തേക്കല്ലേ വന്നത്, ഞാനാണല്ലോ അവസാനം ശിർക്കും തൗഹീദും പഠിപ്പിച്ചത്, എന്നിട്ടും നിങ്ങൾക്ക് പഠിച്ചിട്ടില്ലേ? ഇവിടെ വന്നിട്ട് നിങ്ങൾ ശിർക്ക് കെട്ടാണോ? അള്ളാഹിനോട് നേരിട്ട് ചോദിക്കണോ? വിഷമഘട്ടത്തിൽ അമ്പിയാക്കളോടല്ല ചോദിക്കേണ്ടത്, മഹാന്മാരെയല്ല സമീപിക്കേണ്ടത്, അള്ളാഹിനെയാണ് കാണേണ്ടത്, പഠിച്ചോനാളാണ് ചോദിക്കേണ്ടത്. നിങ്ങൾ ഇനിയും പഠിച്ചിട്ടില്ലേ എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ പറയുന്നില്ല. അള്ളാഹുവിന്റെ റസൂല് നേരെ മറിച്ച് പറയുന്നത് അനലഹ, ഞാനിതാ നിങ്ങൾക്ക് ശഫാഅത്ത് ചെയ്യാൻ തന്നെ ഇരിക്കുന്നവനാണ്. കണ്ടോ, ഞാൻ നിങ്ങൾക്ക് ശഫാഅത്ത് ചെയ്യാൻ തന്നെ ഇരിക്കുന്നവനാണ്. അങ്ങനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇസ്തിഗാസ നടത്തിയിട്ടാണ് പരലോകത്ത് രക്ഷപ്പെടുന്നത്. പക്ഷേ മുഹമ്മദ് നബി തങ്ങളാണ് രക്ഷപ്പെടുത്തുക എന്ന് അറിഞ്ഞിട്ട് തന്നെ അല്ലാഹു തആല ആദം നബി മുതൽ ഇങ്ങോട്ടുള്ള പ്രധാനപ്പെട്ട പ്രവാചകന്മാരുടെ മുഴുവനും മുമ്പിൽ കൊണ്ടുപോയിട്ട് അവരുടെ മുമ്പിൽ സഹായാർത്ഥന നടത്തിപ്പിച്ച് ഇസ്തിഗാസ ചെയ്യിപ്പിച്ചതിന്റെ ശേഷമേ ഈ ഉമ്മത്തിനെ പരലോകത്ത് വിടുകയുള്ളൂ എന്നാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ സ്വഹീഹായ ഹദീസിലൂടെ ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് യാതൊരു ബേജാറുമില്ല കേട്ടോ, ഞങ്ങൾക്ക് യാതൊരു ബേജാറുമില്ല. ഞങ്ങളെ ശിർക്കും തൗഹീദ് ഓർത്തുകാണ് നിങ്ങൾ വെയിലുണ്ട് ബുദ്ധിമുട്ടാകണ്ട. കാരണം ഞങ്ങൾക്ക് നിങ്ങൾ പഠിപ്പിച്ചെന്ന ശിർക്കും തൗഹീദല്ല, ഞങ്ങൾക്ക് പ്രവാചകന്മാര് പഠിപ്പിച്ചെന്ന ശിർക്കും തൗഹീദുമാണ് ഞങ്ങളെ കയ്യിലുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ ശിർക്കിനെ തിരിച്ചറിയുന്നു, തൗഹീദിനെ ഞങ്ങൾ മനസ്സിലാക്കുന്നു, ആ തൗഹീദിനെ ഞങ്ങൾ ഉൾക്കൊള്ളുന്നു. ഈ തൗഹീദ് ദുനിയാവിലും തൗഹീദാണ്, ആഖിറത്തിലും തൗഹീദാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ആഖിറത്തിൽ തൗഹീദായി എന്തുണ്ടോ അത് തന്നെയാണ് ദുനിയാവിലെയും തൗഹീദ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ആ തൗഹീദിൽ നിങ്ങൾ അടിയുറച്ചു നിൽക്കുന്നു. ആ അടിയുറച്ചു നിൽക്കുമ്പോൾ ഞങ്ങളെ കൂടെയുള്ളത് ആരാണ്? ഈ പ്രവാചകന്മാരും സഹാബത്തും താബീങ്ങളും ഇമാമിയങ്ങളും മഹാന്മാരും മുഅ്മിനീങ്ങളുമാണ്. ഇവരുടെ ആരുടെയും പിന്തുണയില്ലാതെ പരസ്പരം വാദപ്രതിവാദങ്ങളും സംവാദങ്ങളും മാത്രം നടത്തി സ്വന്തം കൂടാരത്തിലുള്ളവർ പോലും ശിർക്ക് തൗഹീദ് എന്ന അടിസ്ഥാന വിഷയത്തിന്റെ പേരിൽ വഴിവിരിയുന്ന ദാരുണമായ അവസ്ഥയിലേക്ക് കേവലം 90ഓളം കൊല്ലം കൊണ്ട് എത്തിയ മുജാഹിദ് പ്രസ്ഥാനമേ, ആ പരലോകത്തെ ആ തീതുപ്പുന്ന സൂര്യന്റെ നേരെ ചുവടെ നിന്ന് അവിടെ ഞങ്ങളെല്ലാവരും ഇസ്തിഗാസക്ക് പോകുമ്പോ നിങ്ങൾ അവിടെ അൽമനാറും സെൽസബീലും വായിക്കേണ്ടി വരുമോ എന്ന് നെഞ്ചത്ത് കൈവച്ച് ആലോചിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി എല്ലാ സംശയമുള്ള സുഹൃത്തുക്കളെയും മൈക്കിലേക്ക് വളരെ ബഹുമാനപൂർവ്വം വളരെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊണ്ട്